السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحكيم موجه من يشاء نحو الهدى والصلاة والسلام على سيدنا محمد أرفع من نصب لخفض العدا وبعد. ഏറ്റവും ആദരിക്കാൻ കടപ്പെട്ട ഉസ്താദുമാർ, സംഘടനാ നേതാക്കൾ, മുത്തഅല്ലിമുകൾ, ഉമറാക്കൾ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മഹാനായ ഷെയ്ഖുനൽ മർഹൂം പൈനാട്ട് ഹാജി സൈദാലി ഉസ്താദിൻ്റെ 29ാമത്തെ ഉറൂസ് മുബാറക്കിലാണ് നാം എല്ലാവരും മേളിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ ഉസ്താദുമായി ഇടപഴകിയ, ഉസ്താദിനെ കണ്ട പലരും ഈ വേദിയിലുണ്ട്. ഇത് രണ്ടിനും തൗഫീഖ് ലഭിക്കാത്ത ഈ വിനീതൻ ഉസ്താദിൻ്റെ താരീഖ് നിങ്ങളിലേക്ക് ഇട്ടുതരാനാണ് നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ സൈദാലി ഉസ്താദിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ 20ാം നൂറ്റാണ്ട് കണ്ട കേരളത്തിലെ ഏറ്റവും വലിയ ഫിഖ്ഹി കുലപതികളിൽ ഒരാളാണ് മഹാനായ സൈദാലി ഉസ്താദ്. നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഉലൂമിഹി ഫിദ്ദാറൈൻ. മഹാനവറുകൾ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ ഒയൂർ ഗ്രാമപഞ്ചായത്ത്, ഈ ഒയൂർ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ഒട്ടേറെ പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ നാടാണ് ഈ ഒയൂർ പഞ്ചായത്ത് എന്നുള്ളത്. മഹാനായ അൽ ഹാഫിള് അബൂബക്കർ കുട്ടി മുസ്ലിയാർ എന്ന ഓമച്ചപ്പുഴ മൂലേർപ്പാപ്പ, അവിടുത്തെ സന്തത സഹചാരിയായ, അവിടത്തോടു കൂടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ കരിങ്കപ്പാറ ഉസ്താദ്, അവിടുത്തെ ഉപ്പ, കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ഉപ്പ ഇസ്മും മുസമ്മയുമൊത്ത കരിങ്കപ്പാറ സൂഫി ഉസ്താദ്, അവിടുത്തെ വാപ്പ മരക്കാർ മുസ്ലിയാർ, ഇവരൊക്കെ ഈ ദേശത്തുകാരാണ്. ആ ഒയൂർ പഞ്ചായത്തിലെ മണലിപ്പുഴ എന്ന ദേശത്ത് പൈനാട്ട് മൊയ്തീൻ മൊല്ല എന്നവരുടെ മകനായിട്ട് ഹിജറ 1333 റബീഉൽ അവ്വൽ 12, അതായത് AD 1912 തിങ്കളാഴ്ച ദിവസമാണ് ഉസ്താദ് അവർകൾ പൂജാതനാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം പോലെ തന്നെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് ഉസ്താദ് അവർകളും പൂജാതനാകുന്നത്. ഉസ്താദിൻ്റെ പൈനാട്ട് കുടുംബം എന്നുള്ളത് പരമ്പരാഗതമായി ഖുർആൻ അഭ്യസിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന മൊല്ലമാരായിരുന്നു. ആ കുടുംബത്തിലാണ് ഉസ്താദ് അവറുകൾ പൂജാതനാകുന്നത്. ഉസ്താദ് അവറുകൾ തൻ്റെ പ്രാഥമിക പഠനം മണലിപ്പുഴയിലുള്ള മമ്മൂട്ടി മുസ്ലിയാരിൽ നിന്ന് ഓത്തുപള്ളി പഠനത്തോടെയാണ് തുടങ്ങുന്നത്. അവിടെയുള്ള ഓത്തുപള്ളി പഠനം കഴിഞ്ഞ് ഉസ്താദ് സമീപ പ്രദേശമാകുന്ന, മണലിപ്പുഴയുടെ സമീപ പ്രദേശമാകുന്ന ഓമച്ചപ്പുഴയിലെ താഴത്തപ്പള്ളിയിലേക്ക് ഓതാൻ പോവുകയാണ്. താഴത്തപ്പള്ളി എന്ന് പറയുകയാണ് എങ്കിൽ ഓമച്ചപ്പുഴ താഴത്തപ്പള്ളി 920കളിൽ ഉസ്താദിൻ്റെ 8ാമത്തെ 9ാമത്തെ വയസ്സിലാണ് ഉസ്താദ് താഴത്തപ്പള്ളിയിലേക്ക് ഓതാൻ പോകുന്നത്. അക്കാലത്ത് ഈ ഓമച്ചപ്പുഴ താഴത്തപ്പള്ളി എന്ന് പറഞ്ഞാൽ അതൊരു ജുമാഅത്ത് പള്ളിയായിരുന്നു. വിശദീകരിച്ചു പറയുകയാണ് എങ്കിൽ ഓമച്ചപ്പുഴ എന്ന ആ ദേശത്ത് 3 ജുമാഅത്ത് പള്ളികളാണ് ഉണ്ടായിരുന്നത്. 1 താഴത്തപ്പള്ളി, 2 മേൽമുറിപ്പള്ളി, 3 നാലിടവഴിപ്പള്ളി. ഈ 3 പള്ളികൾ ചില കുടുംബ പ്രശ്നങ്ങൾ കാരണമായിട്ട് ഒരേ സമയം നിലവിൽ വന്നവയാണ്. നാലിടവഴിപ്പള്ളി, അതായത് പഴയ പള്ളിയുടെ മുൻവശത്ത് അതിൻ്റെ സ്ഥാപിതം 1882 എന്ന് രേഖപ്പെടുത്തി വെച്ച് കാണാം. ഏതായാലും അങ്ങനെ
ഈ 3 പള്ളികളിലായിട്ടാണ് ഓമച്ചപ്പുഴ നിവാസികൾ ജുമുഅ കർമ്മം നിർവഹിച്ചിരുന്നത്. അങ്ങനെ മൗലവിപ്പാപ്പ എന്ന അൽ ഹാഫിദ് അബൂബക്കർ കുട്ടി മുസ്ലിയാർ ഓമച്ചപ്പുഴയുടെ നേതൃത്വത്തിൽ ഓമച്ചപ്പുഴയിൽ ഒരു പുതിയ പള്ളി സ്ഥാപിക്കുകയും ഈ 3 പള്ളിയിലെ ജുമുഅ നിർത്തി ഒരൊറ്റ ജുമുഅ ഈ പുതിയ പള്ളിയിൽ അങ്ങ് സ്ഥാപിച്ചു. അങ്ങനെയാണ് ആ പുതിയ പള്ളി ഓമച്ചപ്പുഴ പുത്തമ്പള്ളി എന്നറിയപ്പെടുന്നത്. പുത്തമ്പള്ളി സ്ഥാപിതമാകുന്നത് 1952 ഏതായാലും താഴത്തെ പള്ളിയെക്കുറിച്ച് പറഞ്ഞതാണ്. ഈ താഴത്തെ പള്ളിയിലേക്കാണ് ഉസ്താദ് അവറുകൾ മണലിപ്പുഴയിലെ ഓത്തുപള്ളി പഠനം കഴിഞ്ഞ് നേരെ ഓതാൻ പോകുന്നത്. അവിടുത്തെ തൻ്റെ ഉസ്താദ് ഈ പറഞ്ഞ പുത്തമ്പള്ളിയുടെ സ്ഥാപകനായ അൽ ഹാഫിദ് അബൂബക്കർ കുട്ടി മുസ്ലിയാർ ഓമച്ചപ്പുഴ എന്നവരായിരുന്നു. അവിടെ വെച്ച് ഉസ്താദ് അവറുകൾ പള്ളി ദർസിൽ പ്രാഥമികമായി ഓതുന്ന അഷറത്ത് കുത്തുബ്, അതായത് 10 കിതാബാണ് അവരിൽ നിന്ന് ഓതുന്നത്. ഈ കിതാബ് ഓതിക്കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് അവറുകളെ തൻ്റെ ഗുരുവര്യനായ മൗലവിപ്പാപ്പ എന്ന അൽ ഹാഫിദ് അബൂബക്കർ കുട്ടി ഉസ്താദ് അങ്ങ് താനൂരിലെ വലിയ കുളങ്ങര പള്ളിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. വലിയ കുളങ്ങര പള്ളി എന്ന് പറയുകയാണ് എങ്കിൽ കണക്കപ്രകാരം കേരളത്തിൽ ആദ്യമായി പള്ളി ദർസ് നിലവിൽ വന്ന പള്ളിയാണ് വലിയ കുളങ്ങര പള്ളി എന്ന താനൂരിലെ ആ പള്ളി. ഹിജ്റ 672 മുഹമ്മദ് ബിനു അബ്ദില്ലാഹിൽ ഹളറമി എന്ന യമനി പണ്ഡിതൻ അവിടെ ദർസ് നടത്തിയതായിട്ട് ചരിത്ര രേഖകളിൽ കാണാൻ കഴിയുന്നതാണ്. അന്ന് മുതൽ പാരമ്പര്യമായി ദർസ് നിലനിൽക്കുന്ന പള്ളിയാണ് വലിയ കുളങ്ങര പള്ളി. ഈ വലിയ കുളങ്ങര പള്ളിയിൽ ഒട്ടേറെ പണ്ഡിത പടുക്കൾ ദർസ് നടത്തുകയും ദർസിൽ മുതഅല്ലിമായി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ ചിലരുടെ പേരുകൾ മാത്രം പരാമർശിക്കാം. ആ പള്ളിയുടെ മഹത്വം നിങ്ങൾ അറിയാൻ വേണ്ടി. കേരളം കണ്ട ഏറ്റവും വലിയ മുഫ്തിയും നമ്മുടെ ഗുരുപരമ്പര, കൈരളിയിലെ പണ്ഡിതന്മാരുടെ ഗുരുപരമ്പരയിലെ മുടി ചൂടാമന്നനുമായ കുത്തുബുസ്സമാൻ ഷംസു ദായിറത്തുൽ ഇർഫാൻ അസ്സയ്യിദ് അലവി തങ്ങൾ, മമ്പുറം തങ്ങളുടെ പ്രധാന മുരീദ്, ഇങ്ങനെയുള്ള ഒട്ടേറെ വിശേഷണങ്ങളെ കൊണ്ട് പ്രത്യേകതയുള്ളവരായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഹിജ്റ 1179 അതായത് AD 1765 മഹാനായ കാളിയാരകത്ത് ആലി മുസ്ലിയാരുടെ മകനായി വെളിയങ്കോട് കാക്കത്തറ വീട്ടിലാണ് ഭുജാതനാകുന്നത്. മഹാനവറുകൾ ഹിജ്റ 1273 അതായത് AD 1857 അദ്ദേഹം ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തൻ്റെ പ്രധാന ഉസ്താദായി നമ്മളെ ഗുരുപരമ്പരൊക്കെ പറയുമ്പോൾ പറയാറുള്ളത് മഹാനായ മമ്മിക്കുട്ടി ഖാദിയെയാണ് പറയാറുള്ളത്. മമ്മിക്കുട്ടി ഖാദിയുടെ അടുക്കൽ പൊന്നാനി വലിയ പള്ളിയിലേക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ദർസ് പഠനം നടത്തുന്നത് അന്നത്തെ താനൂര് ഖാദിയായിരുന്ന തുന്നം വീട്ടിൽ അഹമ്മദ് മുസ്ലിയാർ എന്നവരുടെ അടുക്കലാക്കാണ് ഈ വലിയ കുളങ്ങര പള്ളിയിലേക്ക്. തുന്നം വീട്ടിൽ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുമ്പോൾ തുഹ്ഫത്തുൽ വർദിയക്ക് ഒരു ഹാഷിയ ഉണ്ടല്ലോ, മുഹമ്മദ് ബിൻ അലിയിൽ ഫന്നാനി എന്ന തുന്നംവേടൻ മുഹമ്മദ് മുസ്ലിയാർ അവരല്ല. അത് ഉമർ ഖാദിയുടെ ശിഷ്യനാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം മഹീറിൻ്റെ ശിഷ്യനാണ്. ഉമർ ഖാദി വഫാത്താകുന്ന 2 കൊല്ലം മുമ്പാണ് മൂപ്പര് ജനിക്കുന്നത്. അവരല്ല തുന്നം വീട്ടിൽ അഹമ്മദ് മുസ്ലിയാർ. ഈ അഹമ്മദ് മുസ്ലിയാരുടെ ദർസിൽ വലിയ കുളങ്ങര പള്ളിയിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. അവിടെ നിന്നാണ് ഉമർ ഖാദി പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിലേക്ക് മമ്മിക്കുട്ടി ഖാദിയുടെ അടുക്കലേക്ക് ഓതാൻ പോകുന്നത്. അങ്ങനെ മമ്മിക്കുട്ടി ഖാദി ഹിജ്റ 1217 അതായത് AD 1800 മഹാനവറുകൾ വഫാത്തായതിനു ശേഷം ദർസ് നടത്തുന്നത് ഈ താനൂർ വലിയ കുളങ്ങര പള്ളിയിലാണ്. അപ്പോൾ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച മുതഅല്ലിമായി പഠിച്ച് മുദരിസായ സ്ഥലം കൂടിയാണ് ഈ വലിയ കുളങ്ങര പള്ളി. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വലിയ കുളങ്ങര പള്ളിയിൽ ദർസ് നടത്തുമ്പോൾ അന്നത്തെ അവിടുത്തെ ഒരു പ്രധാന വിദ്യാർത്ഥിയായിരുന്നു മമ്പുറം തങ്ങളുടെ മറ്റൊരു മുരീദ് കൂടിയായ പരപ്പനങ്ങാടി മരക്കാരകത്ത് ഔക്കോയ മുസ്ലിയാർ എന്ന ഔക്കോയ മൗലവിപ്പാപ്പ. ഹിജ്റ 1222 അതായത് AD 1805 മഹാനവറുകൾ നഹാമരക്കാർ കുടുംബത്തിലെ പരപ്പനങ്ങാടിയിൽ ഭൂജാതനാകുന്നത്.
ഹിജറ 1292 അതായത് AD 1875 തൻ്റെ 70-ാമത്തെ വയസ്സിലാണ് മഹാനായ ഔക്കോയ മൗലവി പാപ്പ വഫാത്താകുന്നത്. ഈ ഔക്കോയ മൗലവി പാപ്പ ഉമർ ഖാലിയുടെ ദറസിൽ താനൂർ വലിയ കുളങ്ങര പള്ളിയിൽ പഠിച്ചു. പഠനം കഴിഞ്ഞതിന് ശേഷം ഉസ്താദാകുന്ന ഉമർ ഖാലിയുടെ 2ാം മുദരിസായി അസിസ്റ്റൻ്റായി നിയമിതനാവുകയാണ്. അങ്ങനെ ഉമർ ഖാലി റളിയല്ലാഹു അൻഹു പൊന്നാനിയിലെ ദറസേറ്റപ്പോൾ വലിയ കുളങ്ങര പള്ളിയിൽ നിന്ന് പിരിഞ്ഞു. അപ്പോൾ ഒന്ന് തറക്കിയായിട്ട് 1ാം മുദരീസായിട്ട് ഔക്കോയ മുസ്ലിയാരാണ് പിന്നീട് വരുന്നത്. അപ്പോൾ ഔക്കോയ മുസ്ലിയാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാനവറുകളും അവിടെ പഠിപ്പിച്ച സ്ഥലമാണ്. ഔക്കോയ മുസ്ലിയാരുടെയും ഉമർ ഖാലിയുടെയും ശിഷ്യനായി അവിടെ പഠിച്ചവരാണ് പുത്തമ്പള്ളി മറവട്ട് കിടക്കുന്ന നമ്മളെ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ മറവട്ട് കിടക്കുന്ന ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ഷെയ്ഖാകുന്ന നൂണക്കടവ്, പുത്തമ്പള്ളിയുടെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം നൂണക്കടവ് ജുമാഅത്ത് പള്ളിയുടെ വടക്ക് വശത്ത് മറവട്ട് കിടക്കുന്ന സൈനുദ്ദീൻ റംലി എന്നവർ AD 1833 ജനിച്ച് 1892 59-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ സൈനുദ്ദീൻ റംലി ഇവിടുത്തെ ശിഷ്യനാണ്. താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖാലിയിൽ നിന്ന് ശിഷ്യത്വമില്ല, മഹാനായ ഔക്കോയ മൗലവി പാപ്പയിൽ നിന്ന് ഈ വലിയ കുളങ്ങര പള്ളിയിൽ പഠിച്ചവരാണ്. നമ്മുടെ സ്വതക്കത്തുള്ള ഉസ്താദ് സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവ് കൂടിയായ വണ്ടൂർ KK സ്വതക്കത്തുള്ള ഉസ്താദിൻ്റെ മൂത്താപ്പ കുഞ്ഞിപ്പോക്ക് മുസ്ലിയാർ, അതേപോലെ നമ്മുടെ ഗുരുപരമ്പരയിലെ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ആജിയുടെ ഉസ്താദ് കൂടിയായ അവിടുത്തെ അമ്മാവൻ ചാലിലകത്ത് അലിഹസൻ മുസ്ലിയാർ, അതേപോലെ അയ്യായ മൗലവി പാപ്പ, അയ്യായ മൊയ്തീൻ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന ഇവരൊക്കെ ഔക്കോയ മുസ്ലിയാരുടെ ശിഷ്യരായിട്ട് ഈ വലിയ കുളങ്ങര പള്ളിയിൽ പഠിച്ചവരാണ്. ആ വലിയ കുളങ്ങര പള്ളിയിലേക്കാണ് മൗലവി പാപ്പ എന്ന തൻ്റെ ഉസ്താദ് സെയ്ദാലി ഉസ്താദിനെ പറഞ്ഞയക്കുന്നത്. സെയ്ദാലി ഉസ്താദിനെ അവിടെയൊക്കെ പറഞ്ഞയക്കാൻ ഒരു കാരണമുണ്ട്. മൗലവി പാപ്പ അവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ്. അതായത് അവിടെ തൻ്റെ ഉസ്താദുമാരായിട്ടുണ്ടായിരുന്നത് മഹാനായ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാരുമായിരുന്നു. ആ ഉസ്താദുമാരുടെ അടുത്തേക്കാണ് സെയ്ദാലി ഉസ്താദിനെയും കൂട്ടി ഈ ഉസ്താദ് ഓമച്ചപ്പുഴ മൗലവി പാപ്പ പോകുന്നത്. ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ്, അതായത് വലിയ കുളങ്ങര പള്ളിയിലേക്ക്. പാങ്ങൽ ഉസ്താദ് 1921 ആ വലിയ കുളങ്ങര പള്ളിയിൽ ദറസ് നടത്തിയിരുന്നത് അമീനുമ്മാൻ്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാരായിരുന്നു. ഈ അമീനുമ്മാൻ്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ 21 ആ മലബാർ സംഭവ വികാസങ്ങളിൽ അതിലുള്ള ഭാഗവാക്കായ കാരണത്താൽ ചില കാരണങ്ങളാൽ അവിടെ നിന്ന് മാറേണ്ടി വന്നു. അങ്ങനെ ആ 21 ശേഷമാണ് മഹാനായ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവിടെ ദറസേറ്റെടുക്കുന്നത്. ആരാണ് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ? 1888 അതായത് ഹിജറ 1305 പാങ്ങിലെ നൂറുദ്ദീൻ എന്നവരുടെ മകനായിട്ടാണ് ഭൂജാതനാകുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കാനാഞ്ചേരി പള്ളിയിൽ, നമ്മുടെ പുത്തനത്താണിക്കപ്പുറത്തുള്ള കാനാഞ്ചേരി പള്ളിയിൽ കുട്ടി മുസ്ലിയാർ ഫദ്ഫരി എന്ന ബാക്കിയാത്തിലൊക്കെ പ്രിൻസിപ്പാളായിരുന്ന കുട്ടിമോലിയാരുടെ കുട്ടിയോലിയരെ വാപ്പയാകുന്ന കാപ്പാട് പള്ളിപ്പുറം മുഹമ്മദ് മുസ്ലിയാരിൽ നിന്നാണ് ഉസ്താദ് അവർകൾ ദറസ് പഠനം തുടങ്ങുന്നത്. അതിനുശേഷം അലിയത്തൂരി എന്ന കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ അങ്ങ് മക്കരപ്പറമ്പിൻ്റെ അപ്പുറത്തുള്ള കരിഞ്ചപ്പാടി ജുമാഅത്ത് പള്ളിയുടെ മുൻവശത്താണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ കട്ടിലശ്ശേരി അലിയത്തൂരിയുടെ ദറസിൽ പഠിച്ചു. അതിനുശേഷം വെളിയങ്കോട് തട്ടാങ്കര കുട്ടിയാമു മുസ്ലിയാരുടെ പ്രധാന ശിഷ്യനായ സമസ്ത സ്ഥാപിത മുഷാവറ അംഗങ്ങളിൽപ്പെട്ടവരുമായ മഹാനായ മണ്ണർക്കാട് കരിമ്പൻ അഹമ്മദ് മുസ്ലിയാരുടെ ദറസിലും പഠിച്ചിട്ടാണ് അവർ അങ്ങ് ബാക്കിയാത്തിലേക്ക് പോകുന്നത്. ബാക്കിയാത്ത് പഠനം കഴിഞ്ഞ് വേലൂരിലെ ലത്തീഫയിലും പോയിട്ടുണ്ട്. ആ 2 സർട്ടിഫിക്കറ്റുകളും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോസ്. ഏതായാലും മഹാനായ പാങ്ങിൽ ഉസ്താദ് അവിടുത്തെ പഠനം കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് ജുമാഅത്ത് പള്ളി മഅ്ദിനുൽ ഉലൂം അറബി കോളേജ് എന്നാണ്, ഇന്നവിടെ ദറസൊന്നുമില്ല, ആ ദറസിലാണ് തൻ്റെ ദറസ് അധ്യാപനം ആരംഭിക്കുന്നത്. പാങ്ങിൽ തുടക്കത്തിൽ കുറച്ച് നിന്നിട്ടുണ്ടെങ്കിലും കാര്യമായ ദറസ് മണ്ണാർക്കാടാണ് ഉണ്ടായിരുന്നത്. അന്ന് അവിടെ ദറസിൽ പഠിച്ച് വിദ്യാർത്ഥികളാണ് തായക്കോട് കുഞ്ഞലവി മുസ്ലിയാരെ പോലുള്ള മഹാപണ്ഡിത പടുക്കൾ. അതിനുശേഷമാണ് ഉസ്താദ് അവറുകൾ ഈ 921 കഴിഞ്ഞപ്പോൾ താനൂർ വലിയ കുളങ്ങര പള്ളിയിൽ ദറസേൽക്കുന്നത്. സമസ്തയുടെ സ്ഥാപക നേതാവാണ്. 1932 സ്ഥാപക പ്രസിഡന്റ് വരക്കൽ അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ തൻ്റെ
92-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അന്ന് മുതൽ സമസ്തയുടെ പ്രസിഡന്റാവുകയും 1945 വഫാത്താകുന്നവരെ ആ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയും ചെയ്ത മഹാനാണ് പാങ്ങൽ ഉസ്താദ് അവർകൾ. ഈ പാങ്ങൽ ഉസ്താദ് വലിയ കുളങ്ങര പള്ളിയിൽ ദർസ് ഏൽക്കുകയും ആ പള്ളി 1924 ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് എന്ന ഒരു മഹാസ്ഥാപനമാക്കി മാറ്റുകയുമാണ്. അവിടെ തൻ്റെ അസിസ്റ്റൻ്റായി സഹമുദരിസായി തൻ്റെ ശിഷ്യനും കൂടിയായ ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ നിയമിക്കുകയാണ്. ആരാ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ? മഹാനവറുകൾ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലെ നെല്ലായ പഞ്ചായത്ത്, അതായത് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ അടുത്ത് ആ നെല്ലായ പഞ്ചായത്തിലൊരു ഉള്ളിലുള്ള പ്രദേശമാണ് ഇരുമ്പാലശ്ശേരി എന്നുള്ളത്. ആ ഇരുമ്പാലശ്ശേരിയിൽ ഹിജറ 1310 അതായത് AD 1893 കുളപ്പുറത്ത് അബൂബക്കർ എന്നവരുടെ മകനായിട്ട് പൂജാതനാകുന്നത്. മഹാനവറുകൾ കാര്യമായി പഠനം നടത്തിയിട്ടുള്ളത് പൊന്നാനിയിൽ വെച്ച് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരിൽ നിന്നാണ്. പിന്നീട് അങ്ങ് ആയഞ്ചേരി തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന തറക്കണ്ടിയോർ മഹാനവറുകൾ ബാക്കിയാത്തിൽ നിന്ന് ആദ്യമായി വിട്ട് ദർസ് നടത്തുന്നത് മാറഞ്ചേരിക്ക് പൊന്നാനിക്കൊക്കെ അടുത്തുള്ള അയിരൂർ ജുമാഅത്ത് പള്ളിയിലാണ്. അവിടെ വെച്ച് ആയഞ്ചേരിയുടെ അടുത്തു നിന്നും മഹാനായ ഇരുമ്പാലശ്ശേരി ഉസ്താദ് ദർസ് പഠനം നടത്തിയിട്ടുണ്ട്. ആയഞ്ചേരിയുടെ ശിഷ്യനാണ് എന്നുള്ളത് മഹാനായ നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാർ തൻ്റെ തുഹ്ഫത്തുൽ ഖിയാർ ഫി അയാനിൽ മലൈബാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതായാലും ചില മന്ദിക്കിലെ ഫുനൂനുകൾ ഓതാൻ മഴക്കൂൽ ഓതാൻ വേണ്ടിയാണ് പാങ്ങൽ ഉസ്താദിൻ്റെ ശിഷ്യത്വം ഇരുമ്പാലശ്ശേരി ഉസ്താദ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഇരുമ്പാലശ്ശേരി ഉസ്താദ് 44 പാങ്ങൽ ഉസ്താദ് വഫാത്താകുന്നതിൻ്റെ ഒരു കൊല്ലം മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട്. ഈ 2 ഉസ്താദുമാരാണ് താനൂര് വലിയ കുളങ്ങര പള്ളിയിൽ മുദരിസായിട്ടുള്ളത്. ഇവിടെ സൈദാലി ഉസ്താദ് എന്ന കേവലം 9-10 വയസ്സ് പ്രായമുള്ള ചെറിയ വിദ്യാർത്ഥി അങ്ങ് ദറസിൽ ചേരുകയാണ്. അന്ന് ആ ദറസിലെ മുതിർന്ന വിദ്യാർത്ഥികളാണ് കരിങ്കപ്പാറ ഉസ്താദ്, അതേപോലെ നിറമരുദൂരി ബീരാൻകുട്ടി ഉസ്താദ്. ഇവരൊക്കെ കരിങ്കപ്പാറ ഉസ്താദും നിറമരുദൂരി ബീരാൻകുട്ടി ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് സീനിയർ ആണെങ്കിലും ചില കിതാബുകൾ ഉസ്താദ് അവർകൾ സൈദാലി ഉസ്താദ് അവർകൾ അവരിൽ നിന്ന് ഓതിയിട്ടുണ്ട്. എൻ്റെ ഉസ്താദ് എന്നാണ് കരിങ്കപ്പാറ ഉസ്താദിനെ സൈദാലി ഉസ്താദ് അനുസ്മരിക്കാർ പറയാറുള്ളത്. ആ ഉസ്താദിൽ നിന്നും മതപഠനം ദർസിൽ ചില കിതാബുകളൊക്കെ അവരിൽ നിന്നും ഓതിയിട്ടുണ്ട്. സൈദാലി ഉസ്താദിൻ്റെ ഗുരുക്കന്മാരായിട്ട് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരെയും എരമംഗലം സെയ്ദ് മുഹമ്മദ് മുസ്ലിയാരെയും പരാമർശിക്കുന്നതായിട്ട് അലിർഫാദ് 90 ഇറങ്ങിയ മുഖദർപ്പണത്തിൽ കാണാം. സൈദാലി ഉസ്താദിനുമായുള്ള അഭിമുഖം അത് എവിടെ നിന്നാണ് എന്നുള്ളത് വ്യക്തമല്ല. ഇവിടെ നിന്നിറങ്ങിയ സ്മരണികയിൽ മറ്റത്ത് മൊയ്തീൻ മുസ്ലിയാർ എന്ന കോറാട് ജുമാഅത്ത് പള്ളിയിൽ ദീർഘകാലം ദർസ് നടത്തിയ പീരങ്കി മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റത്ത് മൊയ്തീൻ മുസ്ലിയാർ മഹാനുഭാവൻ്റെ അടുത്തു നിന്നും സൈദാലി ഉസ്താദ് പഠനം നടത്തിയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ സ്മരണികയിൽ കാണുന്നുണ്ട്. അത് കോറാട് നിന്നാവാനാണ് സാധ്യത. ഏതായാലും സൈദാലി ഉസ്താദിൻ്റെ ഉസ്താദായ സീനിയർ വിദ്യാർത്ഥിയായ കരിങ്കപ്പാറ ഉസ്താദ് അവിടുത്തെ പഠനം കഴിഞ്ഞ് ആദ്യമായി ദർസ് തുടങ്ങുന്നത് സൈദാലി ഉസ്താദൊക്കെ ഓത്ത് തുടങ്ങിയ ഈ ഓമച്ചപ്പുഴ താഴത്തെ പള്ളിയിലായിരുന്നു. അന്ന് അവിടെ വിദ്യാർത്ഥിയായിട്ട് സൈദാലി ഉസ്താദും വെന്നിയൂര് കുഞ്ഞിമോൻ പൈസയുടെ എളാപ്പ നരിമടക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഈയിടെ മരിച്ചുപോയ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് അബുൽ ബുഷറ മൗലവിയുടെ ഉസ്താദ് കൂടിയാണ് ഈ നരിമടക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അള്ളാഹു ആ ഉസ്താദിൻ്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ നരിമടക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഈ 2 ആളുകൾ അന്ന് താഴത്തെ പള്ളിയിൽ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ മുത്താലിമായി ഉണ്ടായിരുന്നു എന്ന് 2007 കരിങ്കപ്പാറ SSF സൗത്ത് യൂണിറ്റ് ഇറക്കിയ കരിങ്കപ്പാറ ഉസ്താദ് മായാത്ത ഓർമ്മകൾ എന്ന ബുക്കിൽ ആ സ്മരണികയിൽ കരിങ്കപ്പാറ ഉസ്താദിൻ്റെയും മാത്രമല്ല സൈദാലി ഉസ്താദിൻ്റെയും ശിഷ്യനായ പെരുവള്ളൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുറിച്ച് വെച്ചിട്ടുണ്ട്. സൈദാലി ഉസ്താദ് സുമ്മിൻ്റെ ഇജാസത്ത് സ്വീകരിച്ചത് അങ്ങ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരിൽ നിന്നാണ്. പിന്നെ തൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദായ ഇരുമ്പാലശ്ശേരി ഉസ്താദിൻ്റെ ഉസ്താദ് കൂടിയായ പുതിയാപ്പള ഉസ്താദിൽ നിന്നാണ്. പിന്നെ സുമ്മിൻ്റെ ഇജാസത്ത് വലിയുല്ലാഹി കുറ്റൂര് കമ്മുണ്ണി മൗലിയാർ പാപ്പയുടെ അടുത്ത് നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. കമ്മുണ്ണി മൗലിയാർ പാപ്പ എന്ന് പറഞ്ഞാൽ കൈരളിക്കൊട്ടേറെ വലിയുകളെയും മഹാപണ്ഡിതന്മാരെയും സമ്മാനിച്ചവരാണ്. കമ്മുണ്ണി മൗലിയാർ പാപ്പ ആദ്യമായി ദർസ് നടത്തുന്നത് വൈലത്തൂര് ചെലവല പള്ളിയിലാണ്.
ആ ദറസിൽ ഓതിയ വിദ്യാർത്ഥിയാണ് ചെമ്പ്ര പോക്കരോലിയർ പാപ്പ. പിന്നെ തലക്കടത്തൂർ 40 കൊല്ലത്തോളം ദറസ് നടത്തിയിട്ടുണ്ട്. ആ ദറസിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് മഹാനായ കുത്തുബിത്തങ്ങൾ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ. അതേപോലെ വടകര മമ്മദാജി പാപ്പ, ചെറുശോല സെയ്ദലവി കോയത്തങ്ങൾ, കൈപ്പറ്റ ഉസ്താദിന്റെ ഉസ്താദ് കൂടിയാണ് ഈ സെയ്ദലവി കോയത്തങ്ങൾ. ഇവരെയൊക്കെ കൈരളിക്ക് സമ്മാനിച്ച മഹാനുഭാവനാണ് മഹാനായ കുറ്റൂര് കമ്മുണ്ണിയലർ പാപ്പ. ഈ കമ്മുണ്ണിയലർ പാപ്പയിൽ നിന്നും സെയ്ദാലി ഉസ്താദ് സുമ്മിന്റെ ഇജാസത്ത് സ്വീകരിച്ചിട്ടുണ്ട്. കരിങ്കപ്പാറ ഉസ്താദ് അവിടെ ദറസ് തുടങ്ങി. സെയ്ദാലി ഉസ്താദ് പഠനം കഴിഞ്ഞു. അങ്ങനെ സെയ്ദാലി ഉസ്താദും തദ്രീസിന്റെ മേഖലയിലേക്ക്, ദറസ് മേഖലയിലേക്ക് തിരിയുകയാണ്. സെയ്ദാലി ഉസ്താദ് ദറസ് ആദ്യമായി എവിടെയാണ് നടത്തിയത് എന്ന് ക്ലിപ്തമല്ല. എന്നിരുന്നാലും താനൂർ വലിയ, നമ്മൾ ആ ഓർഡറിൽ ചില സ്ഥലങ്ങൾ പറയാം, ഉസ്താദ് ദറസ് നടത്തിയ സ്ഥലങ്ങൾ. അതൊക്കെ കുറിച്ച് വെക്കാനും ഓർത്തെടുക്കാനും സാധിക്കുമല്ലോ. താൻ പഠിച്ച് വലുതായ താനൂർ വലിയ കുളങ്ങര പള്ളിയിൽ സെയ്ദാലി ഉസ്താദ് 9 വർഷക്കാലം ദറസ് നടത്തിയിട്ടുണ്ട്. 9 വർഷം. അതേപോലെ തന്നെ താനൂര് സ്വാഹിബിൻ്റെ പള്ളിയിൽ 2 ഘട്ടങ്ങളിലായിട്ട് 15 വർഷക്കാലം ഉസ്താദ് അവർ ദറസ് പഠനം നടത്തി, തദ്രീസ് ദറസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ താനൂരിലായിക്കൊണ്ട് മാത്രം 9 കൊല്ലം വലിയ കുളങ്ങര പള്ളിയിലും 15 കൊല്ലം ഇവിടെ സാഹിബിൻ്റെ പള്ളിയിലുമായിട്ട് 24 കൊല്ലം താനൂരിൽ തന്നെ ഉസ്താദ് അവർ ചെലവഴിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സ്ഥലം വൈലത്തൂര് ചെലവിൽ ജുമാഅത്ത് പള്ളി. വൈലത്തൂര് ചെലവിൽ ജുമാഅത്ത് പള്ളിയിലേക്ക് ഉസ്താദ് അവർ വരാനുള്ള സാഹചര്യം എന്ന് പറയുകയാണ് എങ്കിൽ അന്ന് അവിടെ ദറസ് നടത്തിയിരുന്നത് കരിങ്കപ്പാറ ഉസ്താദായിരുന്നു. കരിങ്കപ്പാറ ഉസ്താദ് അവിടെ ദറസ് നടത്തുന്നതിനിടയിലാണ് താനൂര് ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ്, അതായത് വലിയ കുളങ്ങര പള്ളിയിലെ ദറസ് വിപുലീകരിക്കുക, ഒന്ന് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ അന്നത്തെ കോളേജ് കമ്മിറ്റി സമസ്ത ജനറൽ സെക്രട്ടറി ആയിരുന്ന പറവണ്ണ KPA മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർക്കദഹു വ നഫഅനാ ബിഉലൂമിഹി ഫിദ്ദാറൈൻ മഹാനവറുകളെ നിയമിക്കുകയാണ്. അങ്ങനെ പറവണ്ണ ഉസ്താദിന് ഒരു അസിസ്റ്റന്റ് സഹമുദരിസിനായി, 2ാം മുദരിസിനായിട്ടുള്ള നിരന്തരമായ അന്വേഷണം ചെന്നെത്തിയത് അങ്ങ് കരിങ്കപ്പാറ ഉസ്താദിലേക്കായിരുന്നു. അങ്ങനെ കരിങ്കപ്പാറ ഉസ്താദ് വൈലത്തൂര് ചെലവിലെ ദറസിൽ നിന്ന് മാറി താനൂരിലേക്ക് പോയി. അപ്പോൾ പകരം വരുന്നത് സാഹിബ് പള്ളിയിലെ മുദരിസാകുന്ന സെയ്ദാലി ഉസ്താദാണ്. അങ്ങനെ സെയ്ദാലി ഉസ്താദ് ചെലവിൽ ജുമാഅത്ത് പള്ളിയിൽ 1 വർഷക്കാലം ദറസ് നടത്തിയിട്ടുണ്ട്. 1 വർഷം പൂർത്തിയായപ്പോൾ കരിങ്കപ്പാറ ഉസ്താദ് അങ്ങ് വലിയ കുളങ്ങര പള്ളിയിൽ നിന്ന് ചെലവിലേക്ക് മടങ്ങി വന്നപ്പോൾ സെയ്ദാലി ഉസ്താദ് സാഹിബ് പള്ളിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അടുത്ത സ്ഥലം ഉസ്താദ് അവർ ദറസ് നടത്തിയ സ്ഥലമാണ് കുണ്ടൂര് ജുമാഅത്ത് പള്ളി. ഈ കുണ്ടൂര് ജുമാഅത്ത് പള്ളിയിൽ 1960 to 63 ഈ 3 കൊല്ലക്കാലയളവിലാണ് ഉസ്താദ് അവർ അവിടെ ദറസ് നടത്തുന്നത്. പിന്നെയുള്ളത് പകര ജുമാഅത്ത് പള്ളി. പകര ജുമാഅത്ത് പള്ളിയിലും അതുപോലെ തന്നെ 3 വർഷക്കാലം ഉസ്താദ് ദറസ് നടത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്ഥലം പറയുകയാണെങ്കിൽ താൻ പഠിച്ച പ്രാഥമികമായി കിതാബുകൾ ഓതിയ ഓമച്ചപ്പുഴ താഴത്തപ്പള്ളി. ഈ താഴത്തപ്പള്ളിയിൽ 2 ഘട്ടങ്ങളിലായിട്ട് ഉസ്താദ് ദറസ് നടത്തിയിട്ടുണ്ട്. ഒന്ന് തൻ്റെ പ്രഥമ ഗുരു കൂടിയായ മൂലേരി പാപ്പയുടെ ഹയാത്ത് കാലത്തിൽ, ഓമച്ചപ്പുഴ മൂലേരി പാപ്പയുടെ ഹയാത്ത് കാലത്തിൽ. ഓമച്ചപ്പുഴ മൂലേരി പാപ്പ ഈ ലോകത്തോട് വിട പറയുന്നത് 962-ലാണ്. 62 ആ മൂലേരി പാപ്പയുടെ ഹയാത്ത് കാലത്താണ് തൻ്റെ ശിഷ്യൻ്റെ ഇൽമിലുള്ള അംഗീകാരം എന്നോണം അവിടെ മുദരീസായി കൊണ്ടുവരുന്നത്. അങ്ങനെ മൂലേരി പാപ്പ മഹാനായ സെയ്ദാലി ഉസ്താദാകുന്ന തൻ്റെ ശിഷ്യനിൽ നിന്ന് മഹല്ലി ഓതിയിട്ടുണ്ട്. ഒരു റിവായത്ത് പ്രകാരം അത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് മുഹമ്മദിനുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഹ്യാ ഉലൂമിദ്ദീനാണ് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും തൻ്റെ ശിഷ്യനിൽ നിന്ന് പഠനം നടത്തുകയാണ് മൂലേരി പാപ്പ. രണ്ടാമതായി സെയ്ദാലി ഉസ്താദ് 2ാം ഘട്ടത്തിൽ നിൽക്കുന്നത് 1974-ലാണ്. 74 അവിടേക്ക് ദറസിന് കൊണ്ടുവരുന്നത് ഈ മൂലേരി പാപ്പാൻ്റെ മകനും സെയ്ദാലി ഉസ്താദിൻ്റെ ശിഷ്യനും കൂടിയായ ഓമച്ചപ്പുഴ പുത്തമ്പള്ളിയിലെ ദീർഘകാലത്തെ ഖതീബ് 2013 നമ്മോട് വിട പറഞ്ഞ മഹാനായ VK മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന ഓമച്ചപ്പുഴ മമ്മൂട്ടിയിലായിരുന്നു. അവരാണ് താഴത്തപ്പള്ളിയിൽ ഉസ്താദ് അവർകളെ മുദരിസായി കൊണ്ടുവരുന്നത്. 974 തുടങ്ങിയ ആ സേവനം 1987 വരെ നീണ്ട 13 കൊല്ലക്കാലം അത് തുടരുകയാണ്. ശേഷം ഉസ്താദ് ദറസ് നടത്തുന്നത് വെന്നിയൂര് ജുമാഅത്ത് പള്ളിയിലാണ് 1 വർഷക്കാലം. 89 ഉസ്താദ് ദറസ് എവിടേക്കും പോയിട്ടില്ല.
90-ൽ ഉസ്താദ് തെയ്യാല ജുമാഅത്ത് പള്ളിയിൽ, തെയ്യാല അങ്ങാടിയിലുള്ള നമ്മൾ കരീന്തങ്ങളൊക്കെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആ മഹല്ല് പള്ളിയിലാണ് ഉസ്താദ് അവർകൾ ദർസ് നടത്തുന്നത് 1 വർഷക്കാലം. അങ്ങനെ ഉസ്താദ് അവർകൾ 1 വർഷം കഴിഞ്ഞു 91-ൽ അങ്ങ് വേങ്ങര വലിയോറ പുത്തനങ്ങാടിയിലുള്ള ദാറുൽ മആരിഫ് അറബി കോളേജിലാണ് പിന്നീടുള്ള സേവനം. 1 കൊല്ലക്കാലം അവിടെയും നിന്നിട്ടുണ്ട്. ശേഷം അവസാനമായി ഉസ്താദ് ദർസ് നടത്തുന്നത് വെന്നിയൂരിനപ്പുറം ചുള്ളിപ്പാറ ജുമാഅത്ത് പള്ളിയിലാണ്. അവിടെ 1.5 വർഷം അവസാനമായി ദർസ് നടത്തുന്നത് ഉസ്താദ് അവിടെയാണ്. ഈ കാലയളവിൽ ഉസ്താദ് അവർകൾ കൈരളിക്ക് ഒട്ടേറെ പ്രഗത്ഭരും പ്രസിദ്ധരുമായ ശിഷ്യന്മാരെ സമ്മാനിച്ചിട്ടുണ്ട്. ഏതാനും ആളുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാം. ഒന്നാമത്തേത് കുണ്ടൂർ ഉസ്താദ് കുണ്ടൂർ ജുമാഅത്ത് പള്ളിയിൽ ഉസ്താദിൻ്റെ അടുത്തുനിന്ന് ഓതാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. കാരണം 1960 to 63 കുണ്ടൂർ ഉസ്താദ് സെയ്താലി ഉസ്താദ് കുണ്ടൂർ ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തുന്നത്. ഈ കാലയളവിൽ സ്വതക്കത്തുള്ള ഉസ്താദിൻ്റെ പ്രധാന ശിഷ്യനാകുന്ന മൂച്ചിക്കാടൻ അലവി മുസ്ലിയാർ ഇരിങ്ങല്ലൂർ 1968 അദ്ദേഹം വഫാത്താകുന്നത്. ഈ മൂച്ചിക്കാടൻ അലവി മുസ്ലിയാരുടെ കീഴിൽ അങ്ങ് എടരിക്കോടിനപ്പുറത്തുള്ള പാലച്ചിറമാട് ക്ലാരി പാലച്ചിറമാട് ജുമാഅത്ത് പള്ളിയിൽ കുണ്ടൂർ ഉസ്താദ് അവിടെ പഠനം നടത്തുന്ന കാലയളവാണ്. പിന്നെ 63-ൽ ഉസ്താദ് അലവി മുസ്ലിയാരുടെ അടുക്കലേക്ക് ക്ലാരി ചെനക്കലിലേക്ക് ഒരു മുദരീസിനെ ചോദിച്ചു വന്നപ്പോൾ കുണ്ടൂർ ഉസ്താദിനെ അങ്ങോട്ട് മുദരീസായിട്ടാണ് പറഞ്ഞയക്കുന്നത്. 1 വർഷം അവിടെ ദർസ് നടത്തി 64-ൽ കുണ്ടൂർ ഉസ്താദ് ബാക്കിയാത്തിൽ പോവുകയും അങ്ങനെ 65-ൽ മടങ്ങി വന്ന് വീണ്ടും ക്ലാരിയിൽ തന്നെയാണ് ദർസ് നടത്തുന്നത്. അപ്പോൾ കുണ്ടൂർ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് സെയ്താലി ഉസ്താദിനെ ശിഷ്യത്വം സ്വീകരിക്കാൻ സാധ്യത കാണുന്നില്ല. മറിച്ച് കുണ്ടൂർ ഉസ്താദ് കരിങ്കപ്പാറ ഉസ്താദിൻ്റെയും ശിഷ്യനും കൂടിയാണല്ലോ. അങ്ങനെ വൈലത്തൂര് ചെലവിൽ കുണ്ടൂർ ഉസ്താദ് ഓതിയിട്ടുണ്ട്. അന്ന് ഓതുമ്പോൾ ഉസ്താദിൻ്റെ ചെലവീട് വൈലത്തൂര് ബാവുസ്താദിൻ്റെ വീടാണ്. ആ കാലയളവിലാണല്ലോ ഉസ്താദ് അവർകൾ കരിങ്കപ്പാറ ഉസ്താദ് താനൂരിലേക്ക് പോകുന്നതും സാഹിബിൻ്റെ പള്ളിയിൽ നിന്ന് ചെലവിലേക്ക് ഉസ്താദ് അവർകൾ സെയ്താലി ഉസ്താദ് വരുന്നതും. ഈ കാലയളവിലാകാം ഉസ്താദിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ ശിഷ്യന് കെ അബൂബക്കർ ഹസ്രത്ത് താനൂര്, വെല്ലൂർ ബാക്കിയാത്തിൻ്റെ ആക്ടിംഗ് പ്രിൻസിപ്പാളായി. അങ്ങനെയുള്ള ഹസ്രത്ത് എന്ന പേര് കെ അബൂബക്കർ മുസ്ലിയാർക്ക് വരുന്നത്. കർമ്മം കൊണ്ട് മലപ്പുറം ജില്ലയിലെ താനൂരുകാരനാണെങ്കിലും അദ്ദേഹം യഥാർത്ഥത്തിൽ താനൂരുകാരനല്ല, മലപ്പുറം ജില്ലക്കാരനല്ല. 1929 അങ്ങ് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത വൈപ്പിൻ ദ്വീപിലെ എടവനക്കാട് എന്ന സ്ഥലത്താണ് കെ ഹസ്രത്ത് ജനിക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ മഹല്ല് പള്ളിയാകുന്ന നായരമ്പലം ജുമാഅത്ത് പള്ളിയിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലെ ക്ലാപ്പന പഞ്ചായത്തിലെ മുഹമ്മദ് മുസ്ലിയാർ, ക്ലാപ്പന ഉസ്താദ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. കൊച്ചിയിലെ മഹദറ പള്ളിയിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ ക്ലാപ്പന ഉസ്താദിൻ്റെ കീഴിലാണ് കെ ഹസ്രത്ത് ദർസ് പഠനം തുടങ്ങുന്നത്. അതിനുശേഷം കെ ഹസ്രത്ത് നേരെ വരുന്നത് ചാവക്കാടിനടുത്തുള്ള വെമ്പേനാട് ജുമാഅത്ത് പള്ളിയിലാണ്. വെമ്പേനാട് ജുമാഅത്ത് പള്ളിയിൽ അന്ന് അവിടുത്തെ ഉസ്താദായിട്ടുണ്ടായിരുന്നത് വെളിയങ്കോട് തട്ടാങ്കര കുട്യാമു മുസ്ലിയാരുടെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ബ്ലങ്ങാട് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്നവരായിരുന്നു. ആരാണ് തട്ടാങ്കര കുട്യാമു മുസ്ലിയാർ? 20-ാം നൂറ്റാണ്ടിലെ ഇബ്നു ഹജർ എന്നറിയപ്പെട്ട മഹാപണ്ഡിതനാണ് തട്ടാങ്കര കുട്യാമു മുസ്ലിയാർ. റംലി എന്നറിയപ്പെട്ടിരുന്നത് അബ്ദുറഹ്മാൻ എന്ന കുഞ്ഞമ്പാവ മുസ്ലിയാർ മഖദൂമിയും. ഈ 2 പണ്ഡിത പടുക്കളിലെ ഇബ്നു ഹജർ എന്നറിയപ്പെടുന്ന കുട്യാമു മുസ്ലിയാർ അവർ ജനിക്കുന്നത് ഹിജ്റ 1273, അതായത് AD 1857 വെളിയങ്കോട് ഉമർ ഖാലി എന്ന ആ സൂര്യൻ അസ്തമിച്ചപ്പോൾ ആ ദിവസമാണ് കുട്യാമു മുസ്ലിയാർ എന്ന ആ സൂര്യൻ ഉദയം ചെയ്യുന്നത്. ഏതുപോലെ എന്ന് വെച്ചാൽ ഹിജ്റ 150 മഹാനായ ഇമാമുൽ ആലം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ, ആ സൂര്യാസ്തമയമുണ്ടായപ്പോൾ അന്ന് ആ കൊല്ലം ആ ദിവസത്തിൽ ഫലസ്തീനിലെ ഗസ, പത്രത്തിലൊക്കെ വായിക്കാറുള്ള ഗാസയിലെ ബോംബിട്ടു എന്നൊക്കെ പറയാറുള്ള ആ ഗാസയിലാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പൂജാതനാകുന്നത്, ആ സൂര്യൻ ഉദയം ചെയ്യുന്നത്. അതുപോലെ അന്ന് ഉമർ ഖാലിയുടെ വഫാത്തിനന്ന് വെളിയങ്കോട് ജനിച്ച മഹാനാണ് തട്ടാങ്കര കുട്യാമു മുസ്ലിയാർ. അവർ ഉമർ ഖാലിയുടെ ശിഷ്യന്മാരായിരുന്ന സൈനുദ്ദീൻ മഖ്ദൂം അഖീറുൽ പൊന്നാനി, കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരുടെ ഉപ്പ,
ആ സൈനുദ്ദീൻ മഹദൂം അഖീറിൻ്റെയും നൂണക്കടവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൈനുദ്ദീൻ റംലിയുടെയും ശിഷ്യനാണ് ഈ തട്ടാങ്കര കുട്ടിയാമു മുസ്ലിയാർ. ഈ തട്ടാങ്കര കുട്ടിയാമു മുസ്ലിയാരുടെ ശിഷ്യനായിട്ടാണ് പുതിയാപ്പുള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന ആലുവയിലെ പാനായിക്കുളം ദേശക്കാരനാകുന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാർ പൊന്നാനിയിലേക്ക് ഓതാൻ വരുന്നത്. അങ്ങനെ പുതിയാപ്പള ഉസ്താദ് കുട്ടിയാമു മുസ്ലിയാരാകുന്ന തൻ്റെ ഉസ്താദിൻ്റെ മകളെ കല്യാണം കഴിച്ചതിനാലാണ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ തട്ടാങ്കര കുട്ടിയാമു മൗലവിയുടെ മറ്റൊരു പ്രധാന ശിഷ്യനായ ബ്ലങ്ങാട് അബ്ദുൽ ഖാദിർ മുസ്ലിയാരിൽ നിന്നാണ് കെ കെ ഹസരത്ത് പഠനം നടത്തുന്നത്. അവിടുത്തെ പഠനം കഴിഞ്ഞ് 1944 കെ കെ ഹസരത്ത് ഇങ്ങ് താനൂരിലേക്ക് ഓതാൻ വരികയാണ്. താനൂരിൽ കെ കെ ഹസരത്തിന് 2 ഉസ്താദന്മാരാണ് ഉള്ളത്. ഒന്ന് കരിങ്കപ്പാറ ഉസ്താദ്, 2 നന്നമ്പ്ര സൈദാലി ഉസ്താദ് അവർകൾ. ഈ 2 ആളുകളിൽ അടുക്കൽ നിന്നാണ് കെ കെ ഹസരത്ത് ഓതുന്നത്. അതിനിടക്ക് 47 തൻ്റെ 18ാമത്തെ വയസ്സിൽ താനൂരിൽ നിന്ന് കെ കെ ഹസരത്ത് കല്യാണം കഴിച്ചു. അങ്ങനെ എറണാകുളത്തുകാരനായ കെ കെ ഹസരത്ത് താനൂരുകാരനായി മാറുകയാണ്. പക്ഷേ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് ഓത്തൊന്നും നിർത്തിയിട്ടില്ല. 48 അദ്ദേഹം താനൂരിൽ നിന്ന് പിരിഞ്ഞ് നേരെ പോകുന്നത് വായക്കാട് ദാറുൽ ഉലൂം അറബി കോളേജിലേക്കാണ്. അന്ന് അവിടുത്തെ സദർ മുദരീസ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പറവണ്ണ KPA മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാരായിരുന്നു. പറവണ്ണയുടെ അടുക്കൽ 2 കൊല്ലക്കാലം പഠനം നടത്തി 50 കെ കെ ഹസരത്ത് നേരെ പോകുന്നത് തളിപ്പറമ്പ് ഖുവ്വത്തുൽ ഇസ്ലാം അറബി കോളേജിലേക്കാണ്. അവിടെ ഷംസുൽ ഉലമായി EK അബൂബക്കർ ഉസ്താദിൽ നിന്നും പഠനം നടത്തി 52 വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്തിൽ പോയി. കുറ്റിപ്പുറം മദുൽ ഉസ്താദ് അതുപോലെ ചെറുഷോൽ ഉസ്താദിൻ്റെ ബാച്ചിൽ ബാക്കവിയായി ഇറങ്ങി. അവിടുത്തെ തൻ്റെ ഗുരുവര്യനും കൂടിയായ ഷേഖ് ഹസൻ ഹസരത്തിൻ്റെ പാപ്പിനശ്ശേരി നബറല്ലാഹു മർക്കദഹു അവിടുത്തെ നിർദ്ദേശപ്രകാരം അങ്ങ് ദൈവബന്ധ ദാറുൽ ഉലൂമിൽ പോയി 55 മൗലവി ആലിം ഖാസിമിയായിട്ട് രംഗപ്രവേശനം ചെയ്യുകയാണ്. എന്നിട്ട് ആദ്യമായി ദറസ് തുടങ്ങുന്നത് കാന്തപുരം ജുമാഅത്ത് പള്ളിയിലാണ് കെ കെ ഹസരത്ത്. കാന്തപുരത്താണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് കെ കെ ഹസരത്തിൻ്റെ ശിഷ്യനായി ചേരുന്നത്. 2 കൊല്ലക്കാലം കെ കെ ഹസരത്ത് അവിടെ ദറസ് നടത്തി. ശേഷം താനൂർ വലിയ കുളങ്ങര പള്ളിയിലേക്ക് കെ കെ ഹസരത്ത് മാറിയപ്പോൾ കാന്തപുരം ഉസ്താദും കെ കെ ഹസരത്തിനെ അനുഗമിച്ചു. അങ്ങനെ 1 കൊല്ലക്കാലം താനൂരും സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് പഠിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ സാഹിബ് പള്ളിയിലെ മുദരിസായിരുന്ന സൈദാലി ഉസ്താദിൻ്റെ അടുക്കൽ ചില മസലകളെ ഹല്ല് ചെയ്യാൻ അപഗ്രഥിക്കാൻ മഹാനായ ഉസ്താദ് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ വരാറുണ്ടായിരുന്നു എന്ന് ഇവിടെ നിന്നിറങ്ങിയ സ്മരണകൾ ഉസ്താദ് തന്നെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഉസ്താദ് അവർകൾ തന്നെ. അപ്പോൾ ഉസ്താദിൻ്റെ ഉസ്താദ് കൂടിയാണ് സൈദാലി ഉസ്താദ്, അതായത് കെ കെ ഹസരത്തിൻ്റെ ഉസ്താദ് കൂടിയാണ്. പിന്നെ കെ കെ ഹസരത്ത് എങ്ങനെ താനൂരുകാരനായി എന്നും അറിയിക്കാനാണ് ഇത്ര വിവരണങ്ങൾ ഞാൻ നൽകിയത്. അടുത്ത ശിഷ്യന് വൈലത്തൂര് ബാവ ഉസ്താദ്. വൈലത്തൂര് ബാവ ഉസ്താദിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ 2 വട്ടം ഉസ്താദിൻ്റെ ദർസിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് കരിങ്കപ്പാറ ഉസ്താദ് പോയ ഗ്യാപ്പിൽ സ്വന്തം മഹല്ലാകുന്ന മമ്പുറം കുത്തുബുസ്സമാൻ സയ്യിദ് അലവിത്തങ്ങളാൽ തറക്കിലിടപ്പെട്ട വൈലത്തൂര് ചെലവിൽ ജുമാഅത്ത് പള്ളിയിൽ ഉസ്താദ് അവർകൾ സയ്യിദ് അലി ഉസ്താദിനെ അന്ന് പകരം വന്നതാണ്. സയ്യിദ് അലി ഉസ്താദ് അവിടെ പഠിച്ചിരുന്നു. പക്ഷേ വൈലത്തൂർ ഉസ്താദിനൊന്നും സയ്യിദ് അലി ഉസ്താദിൻ്റെ സബക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. കാരണം അന്നൊക്കെ മുതിർന്ന വിദ്യാർത്ഥികൾക്കാണ് ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. താഴെ ബാച്ചിലുള്ള വൈലത്തൂർ ഉസ്താദിനെ പോലത്തവർക്ക് ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത് ഉസ്താദ് അവർകൾ വൈലത്തൂർ ബാബ ഉസ്താദ് സാഹിബിൻ്റെ പള്ളിയിൽ പോയി സയ്യിദ് അലി ഉസ്താദിൻ്റെ അടുക്കലിൽ നിന്ന് ഓതിയിട്ടുണ്ട്. ഖത്റുന്നദയുടെ അവസാന ഭാഗം, അൽഫിയയുടെയും ഫതുഹുൽ മുഈനിൻ്റെയും തുടക്ക ഭാഗങ്ങളൊക്കെ വൈലത്തൂർ ഉസ്താദ് ഓതിയത് അങ്ങ് സയ്യിദ് അലി ഉസ്താദിൻ്റെ കീഴിൽ താനൂർ സാഹിബ് പള്ളിയിൽ വെച്ചായിരുന്നു. ആ ഓത്ത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഉസ്താദ് അവർകൾ വൈലത്തൂർ ഉസ്താദ് അനുസ്മരിക്കാറുള്ളത്. അന്ന് വൈലത്തൂർ ഉസ്താദിന് ചില അസുഖങ്ങൾ നിമിത്തം വൈദ്യന്മാരെ സമീപിച്ചപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കാരണത്താലാണ് ഉസ്താദ് അവിടെ നിന്നും മാറുന്നത്. അടുത്ത ശിഷ്യന് നന്ദി ദാറുസ്സലാം അറബി കോളേജിൻ്റെ സ്ഥാപകനാകുന്ന നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാർ. ഇദ്ദേഹം കുണ്ടൂർ ജുമാഅത്ത് പള്ളിയിൽ 60 to 63 ഈ 3 കാലയളവിൽ 3 കൊല്ലക്കാലം ഉസ്താദ് അവർകൾ ദർസ് നടത്തുമ്പോൾ അവിടെയാണ് ശിഷ്യത്വം സ്വീകരിക്കുന്നത്. അതിനുശേഷം നന്ദിയിലെ മൗലവിയാർ അങ്ങ് OK ഉസ്താദിൻ്റെ ദർസിലേക്ക് പോയി, ചാലിയത്ത് പോയി. അതിനുശേഷമാണ് ദർസ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഇരുമ്പാലശ്ശേരി ഉസ്താദിൻ്റെ നാട്ടുകാരനായ
ഇരുമ്പാലിശ്ശേരിക്കാരനായ നന്ദിയിലെ മൂല്യര് അവിടെ നന്ദിയിൽ ദർസ് ഏറ്റു. അങ്ങനെ ചികിത്സകളൊക്കെ വർദ്ധിച്ചപ്പോൾ ദർസിനൊരു വിഘാതമായപ്പോൾ അങ്ങനെയാണ് നന്ദി ദാറുസ്സലാം അറബി കോളേജ് സ്ഥാപിക്കുന്നതും EK ഉസ്താദിനെ അവിടെ പ്രിൻസിപ്പാളായി കൊണ്ടുവരുന്നതും. പിന്നീട് അടുത്ത ശിഷ്യനെ പറയുകയാണ് എങ്കിൽ നമ്മൾ ഓമച്ചപ്പോയ താഴത്തപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നഹവി കിതാബൊക്കെ നന്നാക്കിയിട്ടുള്ള നടവണ്ണ മുഹമ്മദ് മുസ്ലിയാർ, ഓമച്ചപ്പോയ സദഖത്തുല്ലാഹി ഹസനിയുടെ ഒക്കെ ഉപ്പ. ജന്മം കൊണ്ട് തെന്നലക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് ഓമച്ചപ്പുഴക്കാരനാണ്. ഓമച്ചപ്പുഴ പുത്തമ്പള്ളിയിലെ ഖതീബ് കൂടിയായിരുന്നു നടവണ്ണ മുഹമ്മദ് മുസ്ലിയാർ. അവിടുത്തെ നഹവാണ് ബറക്കാത്ത് ബുക്ക് സ്റ്റാൾ ഇറക്കുന്ന നഹവ്. ആ നഹവി കിതാബ് അവർ മൗലവിപ്പാപ്പയുടെയും ശിഷ്യനും കൂടിയാണ്. അടുത്തത് മൗലവിപ്പാപ്പാൻ്റെ മകനാകുന്ന VK മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, അവരും സെയ്ദാലി ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. കൂറുമത്ത് കോയ മുസ്ലിയാർ, പെരുവള്ളൂർ സിദ്ദീഖാബാദിലുള്ള കോയ മുസ്ലിയാർ ഉസ്താദിൻ്റെ ശിഷ്യനാണ്. പെരിഞ്ചേരി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഈ വെള്ളിയാമ്പ്രം ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന പെരിഞ്ചേരി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉസ്താദിൻ്റെ ശിഷ്യനാണ്. കേരളം കണ്ട ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നല്ല കുറ്റിപ്പുറം മുഹമ്മദ് മുസ്ലിയാർ. അങ്ങ് ഓമച്ചപ്പുഴ മേൽമുറി പള്ളിയിൽ അതുപോലെ പടിക്കൽ ജുമാഅത്ത് പള്ളിയിലൊക്കെ ദർസ് നടത്തിയിരുന്ന കുറ്റിപ്പുറം മുഹമ്മദ് മുസ്ലിയാർ സെയ്ദാലി ഉസ്താദിൻ്റെ ശിഷ്യനാണ്. അതേപോലെ വളയത്ത് ഇബ്രാഹിം മുസ്ലിയാർ, കളിയാട്ടമുക്ക് മൊയ്തീൻ മുസ്ലിയാർ, നന്നമ്പ്ര കൊടാശ്ശേരി മുഹമ്മദ് കുട്ടി വൈസി, അദ്ദേഹം 1970കളിൽ ഉസ്താദ് അവർകൾ പകര ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തുമ്പോൾ 8 മാസക്കാലം അവിടെയാണ് പഠനം നടത്തിയത്. ശേഷമാണ് അദ്ദേഹം വൈലത്തൂര് ബാവുസ്താദിൻ്റെ ദർസിലേക്ക് പോകുന്നത്. ഇടക്ക് പനങ്ങാട്ടൂർ വെച്ച് പനങ്ങാട്ടൂര് ബാപ്പോലിയരുടെ ദർസിലും പഠിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ശിഷ്യനാണ് നമ്മുടെ ബീരാൻ ഉസ്താദ് ഓമച്ചപ്പുഴ, പനങ്ങാട്ടൂർ അബൂ സഹറ പനങ്ങാട്ടൂർ എന്നൊക്കെ അറിയുന്ന അവർ. ഉസ്താദ് അവർകൾ 1974 ഓമച്ചപ്പുഴയിൽ 2ാം ഘട്ടം ദർസ് ഏറ്റു. മൗലവിപ്പാപ്പയുടെ മകനാണല്ലോ കൊണ്ടുവന്നത്. ആ 74 ആ തുടങ്ങുമ്പോഴുള്ള വിദ്യാർത്ഥിയാണ് നമ്മുടെ ബീരാൻ ഉസ്താദ്. അങ്ങനെ 78 വരെ ബീരാൻ ഉസ്താദ് താഴത്തപ്പള്ളിയിൽ സെയ്ദാലി ഉസ്താദിൻ്റെ ശിഷ്യനായിട്ട് അൽഫിയായും ബത്തുൽ മൊയിനൊക്കെ അവിടെ നിന്നാണ് ഓതിയത്. അങ്ങനെ അവിടെ ദർസ് പഠനം നടത്തി. 78 ഉസ്താദ് നിറമരുദൂർ ബീരാൻകുട്ടി ഉസ്താദിൻ്റെ മകന് കൂടിയായ നിറമരുദൂർ മരക്കാർ ഫൈസിയുടെ പാലപ്പുറ പള്ളിയിൽ പോയി അവിടെ 4 കൊല്ലത്തോളം പഠിച്ച് അതിനുശേഷം 82 ബീരാൻ ഉസ്താദ് ഓതാൻ പോകുന്നത് രണ്ടത്താണിക്കടുത്തുള്ള കേക്കപ്പുറം ജുമാഅത്ത് പള്ളിയിൽ ഉസ്താദുൽ അസാദീദ് OK സൈനുദ്ദീൻ കുട്ടി ഉസ്താദിൻ്റെ അടുക്കലേക്കാണ്. അവിടെ 4 വർഷക്കാലം പഠിച്ച് 86ലാണ് OK ഉസ്താദിൻ്റെ ദർസിൽ നിന്ന് ഉസ്താദ് അടങ്ങുന്ന 8 പേര് അങ്ങ് ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിലേക്ക് പോകുന്നത്. അങ്ങനെ 88 അന്നത്തെ ബാഖിയാത്തു സ്വാലിഹാത്തിലെ മുത്തബലി ബാച്ചിലെ 1ാം റാങ്കുകാരനായിട്ടാണ് ഉസ്താദ് അവർകൾ ഇറങ്ങുന്നത്. മുറ്റത്തെ മുല്ലക്ക് മണുണ്ടോയെന്ന് നമുക്കറിയില്ല, നമുക്ക് ഏതായാലും മണുണ്ട്. രണ്ടാമത്തത് അടുത്ത ഉസ്താദിൻ്റെ ശിഷ്യനാണ് എളങ്കൂര് മുത്തുത്തങ്ങൾ മുത്തുക്കോയത്തങ്ങൾ. ഉസ്താദിൻ്റെ അടുക്കൽ ഓമച്ചപ്പുഴ താഴത്തപ്പള്ളിയിൽ 1978 to 86 തുടർച്ചയായി 8 കൊല്ലക്കാലമാണ് തങ്ങളവർകൾ ഉസ്താദിൻ്റെ അടുക്കൽ ദർസ് പഠനം നടത്തുന്നത്. അതിനുശേഷം 86 സെയ്ദാലി ഉസ്താദിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടെ OK ഉസ്താദിൻ്റെ കേക്കേപ്പുറം ദർസിലേക്ക് പോവുകയും 89 ബാക്കിയാത്തിൽ പോയി 91 തങ്ങളവറുകൾ ബാക്കിയാത്തിൽ നിന്ന് ബാക്കവിയായി ഇറങ്ങുന്നത്. അങ്ങനെ എളങ്കൂര് തങ്ങൾ ആദ്യമായി ദർസ് നടത്തുന്നത് വലിയോറ ദാറുൽ മാരിഫിലാണ്. ആ കാലയളവിൽ ഉസ്താദ് അവർകളും വലിയോറ ദാറുൽ മാരിഫിലാണുള്ളത്. രണ്ടാളും 1 വർഷമാണ് അവിടെ തുടർന്നത്. ഉസ്താദ് അങ്ങ് ചുള്ളിപ്പാറയിലേക്കും പോന്നു. എളങ്കൂര് തങ്ങൾ, കണ്ണന്തള്ളിക്കാരനായ എളങ്കൂര് തങ്ങൾ അങ്ങ് കിടങ്ങയത്തിനപ്പുറത്തുള്ള എളങ്കൂര് ബിലാൽ ജുമാ മസ്ജിദിലേക്ക് ദർസേൽക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ 30 കൊല്ലക്കാലമായി ഉസ്താദ് തങ്ങളവർകൾ അവിടെ തുടരുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇനിയും അവിടെ ദീനി ഖിദ്മത്തിനുള്ള തൗഫീഖ് അള്ളാഹു തങ്ങളവറുകൾക്ക് നൽകട്ടെ. ഇവരൊക്കെ ഉസ്താദിൻ്റെ പ്രസിദ്ധരായ പ്രഗത്ഭരായ ശിഷ്യന്മാരാണ്. ഇനിയും ശിഷ്യന്മാരുണ്ടാകാം. ഏതായാലും കുറച്ച് പേരെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെച്ചതാണ്. ഉസ്താദിൻ്റെ അധ്യാപന രീതി പറയുകയാണ് എങ്കിലും സെയ്ദാലി ഉസ്താദിൻ്റെ അധ്യാപന രീതി എന്ന് പറഞ്ഞാൽ പകര ഉസ്താദൊക്കെ പറയാറുണ്ട് ഭയങ്കര അന്യാണെന്ന്.
അതായത് വളരെ സ്ലോവിലേ ഓതുള്ളൂ. കിതാബ് അങ്ങനെ അങ്ങോട്ട് മൂവ് ആവില്ല. എല്ലാ ഭാഗവും തഹ്ഖീഖാക്കി ശുറൂഹ് ഹവാഷിയൊക്കെ നോക്കിയിട്ടാണ് ഉസ്താദിൻ്റെ സബക്ക് മുന്നോട്ട് പോവുക. അത് തന്നെ ലഫ്ളംബി ലഫ്ള് പദാനുപാദം അർത്ഥം വെച്ച് എല്ലാവർക്കും തിരിയുന്ന കോലത്തിലാണ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ടും തെറ്റിച്ച് അർത്ഥം വെക്കണ കണ്ടാൽ അത് വീണ്ടും വിളിച്ച് ഉണർത്തുന്ന ഒരു ശൈലിയായിരുന്നു ഉസ്താദ് അവർകൾക്കുണ്ടായിരുന്നത്. ഉസ്താദ് അവർകൾ കൈരളിക്ക് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ടിപ്പണി എഴുതി, തഅലീഖാത്ത്, കുറിപ്പാത്ത് എഴുതിക്കൊണ്ട് കൈരളിക്ക് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണല്ലോ ഫതുഹുൽ മുഈൻ, അൽഫിയത്ത് ബിൻ മാലിക്, തുഹ്ഫത്തുൽ ഇഖ്വാൻ, തസ്രീഹുൽ മന്തിഖ്, നഫായിസുൽ ഉർത്തുലിയ, ശറഹു തഹ്ദീബ്. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇറക്കുന്നത് തിരൂരങ്ങാടി CH പ്രസ്സാണ്. CH ആൻഡ് മുഹമ്മദ് അൻസാൻസി എന്ന പ്രസ്സാണ്. പിന്നെ അതുപോലെ അൽഫിയയുടെ വ്യാഖ്യാനമാകുന്ന, അൽഫിയയുടെ ഹാഷിയാകുന്ന സൊബ്ബാൻ, അല്ലാമ മുഹമ്മദ് അറഫത്ത് സൊബ്ബാൻ എന്നവരുടെ പ്രധാന ശിഷ്യൻ, ആ സൊബ്ബാൻ ഉണ്ടാക്കിയ സൊബ്ബാൻ തങ്ങളുടെ ശിഷ്യനാകുന്ന അല്ലാമ മുസ്തഫൽ ബന്നാനിയുടെ തജ്രീദോട് കൂടെയുള്ള തജ്രീദ് എന്ന ഹാഷിയോട് കൂടെയുള്ള മുഖ്തസറുൽ മആനി ഉസ്താദ് ടിപ്പണി എഴുതി നന്നാക്കിയിട്ടുണ്ട്. അതുപോലെ 10 കിതാബ് നന്നാക്കിയിട്ടുണ്ട്, ഉംദ നന്നാക്കിയിട്ടുണ്ട്. ഈ 3 ഗ്രന്ഥങ്ങളും ഇറക്കുന്നത് താനാളൂർ അബ്ദുസ്താദാണ്. അതുപോലെ അവിഭക്ത തിരൂർ താലൂക്ക് ജമിയത്തുൽ-ഉലമ, തിരൂർ താലൂക്ക്, അവിഭക്ത തിരൂർ താലൂക്ക്, തിരൂരങ്ങാടി താലൂക്ക് നിലവിൽ വരുന്നതിന് മുമ്പ് 95-ലാണല്ലോ തിരൂരങ്ങാടി താലൂക്ക് നിലവിൽ വന്നത്. അതിന് മുമ്പ് വെന്നിയൂർ കുഞ്ഞിമോൻ വൈസി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ തിരൂർ താലൂക്ക് ജമിയത്തുൽ-ഉലമ ഉസ്താദിൻ്റെ സബ്അത്ത് കുത്തുബ് ഇറക്കിയിരുന്നു. അതുപോലെ ഉസ്താദിൻ്റെ ബെയ്ത്ത് കിതാബും ഇറക്കിയിട്ടുണ്ടായിരുന്നു തിരൂർ താലൂക്ക് ജമിയത്തുൽ-ഉലമ. ഇതിൽ എന്തുകൊണ്ടും പ്രശസ്തമാണ് ഉസ്താദിൻ്റെ ഫതുഹുൽ മുഈൻ എന്ന് പറഞ്ഞത്. ഫതുഹുൽ മുഈൻ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പറ്റ ഉസ്താദ് നമ്മെ ഉണർത്തിയതുപോലെ ഉസ്താദിൻ്റെ ഫതുഹുൽ മുഈൻ, നിറമരുതൂര് ബീരാൻകുട്ടി ഉസ്താദിൻ്റെ ഫതുഹുൽ മുഈൻ, അതുപോലെ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ഫതുഹുൽ മുഈൻ, ഇതൊക്കെ അവിടുത്തെ ഉസ്താദാകുന്ന ഇരുമ്പാലശ്ശേരി കുളപ്പുറത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ഫതുഹുൽ മുഈനാണ്. അതായത് മുഅല്ലമും മംഗൂലൊക്കെ ഉസ്താദിൻ്റെതാണ്. ഇവരുടെ വകയായിട്ട് അതിൽ കുറേ ചേരുവകളുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ചേരുവകളുണ്ട്. സയ്യിദാലി ഉസ്താദിൻ്റെയിലാണ് ചേരുവകൾ കുറേ കൂടുതലുള്ളത്. സയ്യിദാലി ഉസ്താദൊക്കെ ഉസ്താദ് പറഞ്ഞതുപോലെ ഫതുഹുൽ മുഈൻ അങ്ങ് പകർത്തുന്നതിൻ്റെ രംഗം പറയുകയാണെങ്കിൽ, അതിൻ്റെ സാഹസം പറയുകയാണെങ്കിൽ, മുതിർന്ന വിദ്യാർത്ഥികളാകുന്ന അവർ പകർത്തി 12 മണിക്ക് ശേഷമാണ് സയ്യിദാലി ഉസ്താദിന് ആ കിതാബ് പകർത്താൻ കിട്ടല്. അങ്ങനെ 12 മണിക്ക് ശേഷം പകർത്തും. സയ്യിദാലി ഉസ്താദ് ആകെ ചൊറി, ഇരിക്കാൻ വയ്യ, ചന്തികൊണ്ട് ഇരിക്കാൻ വയ്യ, കലമ് പിടിക്കാൻ വയ്യ. എന്നിട്ട് മുട്ടുകുത്തി ഇരുന്നിട്ടാണ് ആ ഫതുഹുൽ മുഈൻ അങ്ങനെ ടിപ്പണി എഴുതി ഉഷാറാക്കിയത്. പഠനകാലത്താണ് അന്നാന്ന് എടുത്തത്, അന്നാന്ന് എഴുതണം എന്നാണ് ഇരുമ്പാലശ്ശേരി സ്ഥാൻ്റെ ഓർഡർ. അങ്ങനെയാണ് അന്നാദ്യം തന്നെ അത് എഴുതി തീർക്കുന്നത്. ഈ രംഗം ഉസ്താദ് ഇത്രയും സാഹസം സഹിച്ചിട്ടാണ് ഞാനിത് എഴുതിയത് എന്ന് പറയാനുള്ളൊരു നിമിത്തം എന്ന് പറഞ്ഞാൽ, പെരുവള്ളൂർ കൂർമത്ത് കോയ മുസ്ലിയാരി എന്നവർ 1949 ടു 53 ഈ 4 കൊല്ലക്കാലമാണ് സാഹിബിൻ്റെ പള്ളിയിൽ അദ്ദേഹം ഉസ്താദിൻ്റെ ശിഷ്യനായി ഓതുന്നത്. അന്ന് ഉസ്താദിൻ്റെ ശിഷ്യനാകുന്ന അവിടെയുള്ള കുഞ്ഞുട്ടി മുസ്ലിയാർ ഫതുഹുൽ മുഈനെ പകർത്തി എഴുതുമ്പോൾ അതിൽ ഉസ്താദിൻ്റെ ഫതുഹുൽ മുഈനിലേക്ക് ഒരു മഷിത്തുള്ളി ഉറ്റി. അപ്പോഴാണ് ഉസ്താദ് ഈ രംഗം വിശദീകരിക്കുന്നത്. ഉസ്താദ് അവരുടെ ഫതുഹുൽ മുഈൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടേറെ ഇൽമുകളുണ്ട്, മാലൂമാത്തുണ്ട്. അതിൽ നമ്മുടെ ഇമാം നവവി തങ്ങളുടെ മിൻഹാജിന് ഒട്ടേറെ ഷുറൂഹുകളുണ്ടല്ലോ. 137ഓളം ഷുറൂഹുണ്ട്. അതിൽ പ്രസിദ്ധങ്ങളായ 10-30ഓളം ഷറഹുകളുടെ പേരുകൾ ഉസ്താദ് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഫതുഹുൽ മുഈനിൽ പറയുന്ന ഗ്രന്ഥങ്ങളുടെ മുസന്നിഫീങ്ങളെ ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒട്ടേറെ ഫത്വകൾ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ചാവക്കാട് മഹമൂദ് ഹിബത്തുല്ലാഹി തങ്ങളുടെ ആ തഹ്കീമിൻ്റെ മസ്അല ഉസ്താദ് അതിൽ കുറിച്ച് വെച്ചതാണ്. അതുപോലെ അവിടെ ഉസ്താദിൻ്റെ ഫതുഹുൽ മുഈൻ്റെ അവസാനം നോക്കുമ്പോൾ ആ ഫതുഹുൽ മുഈൻ കിതാബ് നിശഉനുഹു അജബു എന്ന ബൈത്ത് നമുക്ക് കാണാം. ആ ബൈത്ത് എഴുതിയത് ഉമർ ഖാദിയുടെ ഉസ്താദാകുന്ന മമ്മിക്കുട്ടി ഖാദിയുടെയും പ്രധാന ശിഷ്യനാകുന്ന ഫരീദ് ബിൻ മുഹീദ്ദീനിൽ ബർബരി. ബർബർ എന്ന് പറഞ്ഞാൽ വടകര എന്നാണ് അർത്ഥം. അതിൻ്റെ മുഅറബാണ് ബർബർ എന്ന് പറഞ്ഞാൽ. ആ വടകരക്കാരനായ ഫരീദ് ബിൻ മുഹീദ്ദീൻ എന്നവർ
ഹിജറ 1300 ഈ ഫരീദ് തങ്ങൾ വഫാത്താകുന്നത്. അങ്ങ് പയ്യോളിൽ നിന്ന് പേരാമ്പ്ര റൂട്ടിലേക്ക് അങ്ങ് പോയാൽ കുറ്റ്യാടി പുഴയിലെന്ന് നോക്കിയാൽ ചെരിഞ്ഞിട്ടൊരു പള്ളി കാണാം. അതുകൊണ്ടാണ് ആ പള്ളിക്ക് ചെരിച്ചിൽ പള്ളി എന്ന പേര് വരുന്നത്. ആ ചെരിച്ചിൽ പള്ളിയിലാണ് മഹാനായ ഫരീദ് ബിൻ മുഹീദ്ദീൻ അൽ ബർബരി എന്നവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യനാടാണ്. അദ്ദേഹം അവിടെ ദർസ് നടത്തിയ ആളാണ്. ഒട്ടേറെ കറാമത്തുകളെ കൊണ്ട് അറിയപ്പെട്ട മഹാനാണ്. ആ പഴയ പള്ളി ആ പ്രൗഢി നഷ്ടപ്പെടാതെ നാദാപുരം പള്ളിയുടെ അതേ മോഡലിലായിട്ട് ഇന്നും സ്ഥിതി ചെയ്യുന്ന ആ പള്ളിയിൽ തന്നെയാണ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്, പള്ളിയോട് ചാരിയിട്ട് തന്നെയാണ് ഫരീദ് ബിൻ മുഹീദ്ദീൻ അൽ ബർബരിയുടെ മക്കാമുള്ളത്. പറഞ്ഞു വന്നത്, ഈ ഫരീദ് ബിൻ മുഹീദ്ദീൻ അൽ ബർബരിയുടെ ഫതുഹുൽ മുഈനെ കുറിച്ച് പറയുന്ന ആ മദ്ഹ് ഗീതം, ആ മദ്ഹ് ഗീതത്തിൻ്റെ മുകളിൽ ഉസ്താദുമാരിൽ പരമ്പരയിലെ പ്രധാനിയായ കുട്യാമ മുസ്ലിയാരുടെ ഉസ്താദാകുന്ന വെളിയങ്കം പുത്തമ്പള്ളി സൈനുദ്ദീൻ റംലി എന്നവർ, ആ സൈനുദ്ദീൻ റംലിയുടെ ഉസ്താദാണ് അങ്ങ് മക്കയിലെ മുഫ്തിയായിരുന്ന വഹാബികളുടെയൊക്കെ പേടി സ്വപ്നമായിരുന്ന സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ തങ്ങൾ. ഈ അഹമ്മദ് സൈനി ദഹ്ലാൻ തങ്ങളോട് റമദാനിലെ നോമ്പ് ഖളാ ഉള്ളതിനെ കുറിച്ചുള്ള ഒരു മസ്അല മഹാനായ സൈനുദ്ദീൻ റംലി എന്ന ശിഷ്യന് ചോദിക്കുകയും അതിനു മറുപടി സൈനി ദഹ്ലാൻ കൊടുത്ത ആ ഫത്വ പോലും സയ്യിദ് ഉസ്താദ് ആ ബൈത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ കാണാവുന്നതാണ്. അങ്ങനെ ഒട്ടേറെ സവായിദ് മുൽഹക്കാത്തുകളെ കൊണ്ട് നിറഞ്ഞതാണ് ഉസ്താദിൻ്റെ ഫതുഹുൽ മുഈനും. കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ഫതുഹുൽ മുഈനിൽ അവിടുത്തെ ഭാര്യപിതാവും കൈപ്പറ്റ ബീരാൻകുട്ടി ഉസ്താദിൻ്റെ ഉസ്താദും ചമ്മാട് പഴയ ജുമാഅത്ത് പള്ളി, മായ ഡ്രസ്സസിൻ്റെ അപ്പുറത്തുള്ള ആ പഴയ ജുമാഅത്ത് പള്ളിയിലെ ആദ്യ മുദരിസും സയ്യിദുൽ ബക്കരി എന്ന യാനത്തു ത്വാലിബീൻ്റെ അബൂബക്കർ അഷ്ഷത്താദ് ദിംയാത്തി നബറല്ലാഹു മർക്കദഹു മഹാനവരുടെ ഗുരുവര്യനായ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയുടെ മകനും ഈ എല്ലാ പ്രത്യേകതകളുമുള്ള കരിങ്കപ്പാറസ്ഥാൻ അമ്മോശനാണ്, കോടഞ്ചേരി പാപ്പാൻ്റെ മോനാണ്, കൈപ്പറ്റസ്ഥാൻ്റെ ഉസ്താദാണ്, ചമ്മാട്ട പള്ളിയിൽ ആദ്യത്തെ മുദരിസ്, ഈ എല്ലാ പ്രത്യേകതയുമുള്ള ഫഖീഹ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നമ്മുടെ തിരൂരങ്ങാടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന കയ്യെഴുത്ത് പ്രതി ഉണ്ടല്ലോ തസ്രീഹുൽ മന്ദിക്ക്, അതിൻ്റെ ആ ഷറഹ് എഴുതിയ ആളാണ് മഹാനായ കോടഞ്ചേരി ഫഖീഹ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ഭാര്യപിതാവ്. ആ കരിങ്കപ്പാറ ഉസ്താദ് തൻ്റെ ഫതുഹുൽ മുഈനിൽ ഈ അമോഷൻ്റെ ഫതുഹുൽ മുഈനിലെ നെക്കലുകൾ ചേർത്തിട്ടുണ്ട്. വേറെയും കുറേ നെക്കലുകൾ ചേർത്തിട്ടുണ്ട്. സ്വന്തം വകക്ക് മീമം മുഹമ്മദ് എന്നിട്ട് ഇടാറുണ്ട്. അത് തൻ്റെ വകയാണ് എന്നർത്ഥം. ഉസ്താദിൽ നിന്ന് ഉസ്താദ് ആകുന്ന ഇരുമ്പാലശ്ശേരിയുടെ ഫതുഹുൽ മുഈൻ എന്നുള്ള മങ്കൂലല്ല എന്നാണ് അർത്ഥം. അതേപോലെ നിറമരുതൂരി ബീരാൻകുട്ടി മുസ്ലിയാരുടെ ഫതുഹുൽ മുഈനുണ്ട്. ആ ഫതുഹുൽ മുഈനും അതുപോലെ തന്നെ കോക്കൂർ അബ്ദുള്ള മുസ്ലിയാരുടെ ഫതുഹുൽ മുഈനൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് മുഅല്ലമും നിറമരുതൂരി ബീരാൻകുട്ടി മുസ്ലിയാരുടേതാണ്. അങ്ങനെ കെ ഹസ്രത്തിൻ്റെ നേതൃത്വത്തിൽ അവിഭക്ത സമസ്ത ക്രസൻ്റ് ബുക്സ് ചേളാരി എന്ന പേരിൽ ഒരു ഫതുഹുൽ മുൽഹിം എന്ന ഹാഷിയത്തു ഫതുഹിൽ മുൽഹിം എന്ന പേരിൽ ഒരു ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇരുമ്പാലശ്ശേരിയുടെ ഫതുഹുൽ മുഈനാണ് മുഅല്ലമും മങ്കൂലൊക്കെ. അപ്പോൾ ഇത്രയേറെ ഗ്രന്ഥങ്ങളെ കൊണ്ട് ഇത്രയേറെ വിശാലമായ ഫതുഹുൽ മുഈൻ കൈരളിക്ക് സമ്മാനിച്ച വ്യക്തിയാണ് സയ്യിദ് ഉസ്താദ്. സയ്യിദ് ഉസ്താദിൻ്റെ അൽഫിയ പറയുകയാണ് എങ്കിൽ അൽഫിയയെ കൊണ്ട് ഉപകാരമെടുക്കാത്തവർ ഇന്നുള്ള മുത്താലിമ്യങ്ങൾ ആരും ഉണ്ടാകുകയില്ല. ആ അൽഫിയയിൽ ഉസ്താദ് അവർകൾ ഒട്ടേറെ നക്കലുകളുണ്ട്. അതിൽ ഈ പറഞ്ഞ കോടഞ്ചേരി ഫഖീഹ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ഭാര്യപിതാവിൻ്റെ അൽഫിയ അത് പണ്ട് താനാളൊരു അദുസ്താദ് ഇറക്കിയിരുന്നു. ആ അൽഫിയ എന്നുള്ള നെക്കിലകളടക്കം അതിൽ സയ്യിദ് ഉസ്താദ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉസ്താദിൻ്റെ തൈലീഖാത്തിൻ്റെ കുറിപ്പാത്തുകളുടെ ഉസ്താദിൻ്റെ ഇൽമിൻ്റെ ആയമാണ് നമുക്കറിയിച്ചു തരുന്നത്. ഉസ്താദിൻ്റെ കുടുംബവും വഫാത്തും പറഞ്ഞ് നമുക്ക് വിട കുറിക്കാം. സയ്യിദ് ഉസ്താദ് മുത്തബിയുസുന്ന മഞ്ഞപ്പറ്റ ഉസ്താദ് നമ്മെ ഉണർത്തിയതുപോലെ മുത്തബിയുസുന്ന സുന്നത്തുകളെ പിൻപറ്റിയ ആളാണ്. ജീവിതത്തിൽ 82ാമത്തെ വയസ്സിലാണ് ഉസ്താദ് അവർകൾ വിട പറയുന്നത്. അന്ന് വരെ ഓർമ്മശക്തിക്കൊരു കുറവും ഉണ്ടായിട്ടില്ല. ഏത് മസ്അല ചോദിച്ചാലും ഇന്ന കിതാബിൽ ഇത്രാമത്തെ പേജിൽ ഇത്രാമത്തെ വരിയിൽ ഉണ്ട് എന്ന് പറയാൻ അത്രയും ഓർമ്മശക്തിയുടെ ഉടമയായിരുന്നു മഹാനായ സയ്യിദ് ഉസ്താദ്. ഈ ഓർമ്മശക്തിയുടെ കാരണം ഒറ്റ കറാഹത്തും ചെയ്തിട്ടില്ല, പിന്നല്ലേ ഇസ്മ കുറ്റം വരുന്നത്, തെറ്റുകൾ വരുന്നത്. അത്രയും ജനങ്ങൾ അറിയാത്ത പോയ ഒരു വലിയ കൂടിയായിരുന്നു ഉസ്താദ് അവറുകൾ. ഉസ്താദിൻ്റെ ശിഷ്യന് നിലമ്പൂർ മജീദ് സഖാഫി എന്നവർ
ഉസ്താദ് വഫാത്തായ വിവരം അങ്ങ് തൃപ്പഞ്ചി മഹമൂലിയരെ കൂടെ പറഞ്ഞപ്പോൾ ജനങ്ങൾ അറിയാതെ പോയൊരു വലിയാണ് ഈ ഉസ്താദ് അവർകൾ എന്നാണ് തൃപ്പഞ്ചി ഉസ്താദ് സീതാലി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം അത്രയും തഹക്കീക്കുള്ള ആളായിരുന്നു. പകരം ഉസ്താദൊക്കെ പറയാറുണ്ട്, ഉസ്താദ് അന്ന് സീതാലി ഉസ്താദ് തായപ്പള്ളിയിൽ ദർസ് എടുത്തുമ്പോൾ പുത്തമ്പള്ളിയിൽ വൈരിത്തൂർ ബാബസ്താദിൻ്റെ അടുത്ത് പഠിക്കുകയാണ് പകരം ഉസ്താദ്. ഉസ്താദൊക്കെ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ മസാല ചോദിച്ചാൽ എങ്ങനെയാണ് മറിക്കുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് ചിലപ്പോൾ ഒരു പേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും, എന്നിട്ട് അങ്ങോട്ട് കാണിച്ചിട്ട് ആ പേജിൽ ഇത്രാമത്തെ വരിയാണ്ട് കാണിച്ചു കൊടുക്കും. അത്രയും അപാരമായ ഓർമ്മശക്തി, അത്രയും തഹക്കീക്ക്, ദൃഢജ്ഞാനമുള്ള ഒരു മുഹക്കീക്ക് കൂടിയായിരുന്നു മഹാനായ സീതാലി ഉസ്താദ്. സീതാലി ഉസ്താദിൻ്റെ ശരീരപ്രകൃതി എന്ന് പറഞ്ഞാൽ കണ്ടവരാണ് നിങ്ങളൊക്കെ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ മസ്തർ ഈ വിഷയത്തിൽ വിഷയം ഏകദേശം ഒരു 10 വർഷങ്ങൾക്കപ്പുറം ഞാൻ വിഷയം ശേഖരിച്ചത് നമ്മുടെ ബീരാൻ ഉസ്താദിൽ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഉസ്താദിൽ നിന്ന് കിട്ടിയ വിവരം, സീതാലി ഉസ്താദ് പറഞ്ഞാൽ വെളുത്ത് മെലിഞ്ഞ് നീളമുള്ള ഒരു പ്രകൃതിയുള്ള ചെറിയ താടി, വട്ടത്താടി. അതായത് ഉസ്താദിന് താടി വെക്കാൻ ചില പ്രയാസങ്ങൾ, അസുഖങ്ങളുണ്ടായതുകൊണ്ട് താടി വളരെ കുറവായിരുന്നു. ഇങ്ങനെ ഒരു നിരയൊത്തതായ വെളുത്ത ഭംഗിയുള്ള ഒരൊറ്റ പല്ലും കൊയ്യാത്ത ഒരു ശരീരപ്രകൃതിയുള്ള ഉസ്താദാണ്. ഉസ്താദ് അവറുകളുടെ വഫാത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മേലെ വരിയിൽ ഒരു പല്ല് കൊഴിഞ്ഞു പോകുന്നത്. ഉസ്താദ് അവറുകൾ കല്യാണം കഴിക്കുന്നത് തൻ്റെ പ്രഥമ ഗുരുവായ മോലേർ പാപ്പ, അതായത് ഓമച്ചപ്പായ പുത്തമ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അൽ ഹാഫിദ് അബൂബക്കർ കുട്ടി മുസ്ലിയാർ എന്ന മോലേർ പാപ്പ ഇരുമ്പാലശ്ശേരി ഉസ്താദിൻ്റെ ശിഷ്യനാണ്. ഇരുമ്പാലശ്ശേരി ഉസ്താദിനേക്കാളും 1 വയസ്സ് കൂടുതലുള്ള ആളാണ് മോലേർ പാപ്പ. മഹാനവറുകൾ വഫാത്താകുന്നത് 1962-ലാണ്. 1892 ജനനം. ഇരുമ്പാലശ്ശേരി ഉസ്താദിൻ്റെ ജനനം 1893 ഹിജറ 1310 മഹാനവറുകൾ 1309 ജനിക്കുന്നത്. ആ മോലേർ പാപ്പയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, സിഹാ ഉ സിത്ത പൂർണ്ണമായി ഓതിയതിന് ശേഷമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ മോലേർ പാപ്പ തന്നെ ഒരു കല്യാണം ഉണ്ടാക്കുകയും ചെയ്തു. ആ കല്യാണമാണ് ഇവിടെ വെള്ളിയാമ്പുറത്തുള്ള നൊട്ടം വീട്ടിൽ കുഞ്ഞി മൊയ്തീൻ മുസ്ലിയാരുടെ മകളുമായിട്ട്. അങ്ങനെ ബിയുട്ടി എന്ന മകളെ സീതാലി ഉസ്താദ് തൻ്റെ 30ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുകയാണ്. തൻ്റെ അമ്മോശനാകുന്ന കുഞ്ഞി മൊയ്തീൻ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഉസ്താദ് ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയാണ്. മണലിപ്പുഴക്കാരനായി ജനിച്ച ഉസ്താദ് അങ്ങനെയാണ് നന്നമ്പ്ര സീതാലി ഉസ്താദ്, നന്നമ്പ്ര പഞ്ചായത്തിൻ്റെ പേരാണ്, വെള്ളിയാമ്പ്രം സീതാലി ഉസ്താദൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. മണലിപ്പുഴക്കാരനാണെങ്കിൽ അതൊക്കെ നിശ്ചയം മനസ്സിലായി പോയ രൂപത്തിലാണ് ഉള്ളത്. അങ്ങനെയാണ് ഉസ്താദ് അവർകൾ വെള്ളിയാമ്പ്രത്തുകാരനായി മാറുന്നത്. ഈ ദാമ്പത്യ വല്യരിയിൽ ഉസ്താദിന് 6 മക്കളുണ്ടായിട്ടുണ്ട്. ഈ 6 മക്കളിൽ 2 പേര് ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. ഒന്നാമത്തത് അബ്ദുറഹ്മാൻ എന്ന കുട്ടി 4ാമത്തെ വയസ്സിലും ഫാത്തിമ എന്ന കുട്ടി 7ാമത്തെ വയസ്സിലുമാണ് ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് തന്നെ വഫാത്താകുന്നത്. പിന്നുള്ളത് 4 മക്കളാണ്. ഈ 4 മക്കളിൽ ഒന്നാമത്തെ ആൾ അബ്ദുള്ള ബാക്കവി. അബ്ദുള്ള ബാക്കവി എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണ്. ഉസ്താദ് അവരുടെ അടുത്ത് നിന്ന് മാത്രമേ അദ്ദേഹം കിതാബ് ഓതിയിട്ടുള്ളൂ. ദറസിനൊക്കെ നല്ല കഴിവുള്ളവരാണ്. ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് അങ്ങ് ബാക്കിയാത്തിൽ പോയി ബാക്കവിയായ ശേഷം ദറസ് രംഗത്തേക്കൊന്നും പ്രവേശിച്ചിട്ടില്ല. നല്ല കഴിവുള്ള മൂല്യരാണ്. എന്നാലും അദ്ദേഹം മദ്രസയുമായിട്ടാണ് കഴിഞ്ഞു കൂടിയത്. 990 തയ്യാല ജുമാഅത്ത് പള്ളിയിൽ വെച്ച് PMK ഫൈസി അടങ്ങുന്ന ആ സംഘം ഉസ്താദുമായിട്ട് അലിർഫാദിൽ മുഖതർപ്പണം രേഖപ്പെടുത്താൻ വേണ്ടി അവിടെ വന്നപ്പോൾ ഉസ്താദ് ഈ മകനെക്കുറിച്ച് പറഞ്ഞതാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്, പക്ഷേ ദറസ് രംഗത്തേക്കൊന്നും താല്പര്യം കാണിച്ചിട്ടില്ല, ഇപ്പോൾ ദറസ് തുടങ്ങണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് അന്ന് ഉസ്താദ് പറയാറുണ്ടായിരുന്നു. ഏതായാലും മദ്രസയുമായി കഴിഞ്ഞു കൂടിയ ഈ അബ്ദുള്ള ബാക്കവി എന്ന മകന് 13 വർഷം മുമ്പ് ഹിജറ 1431, ഇന്ന് 1443 അങ്ങനെ ആ 431 ഈ ലോകത്തോട് വിട പറയുന്നത്. നന്നമ്പ്ര ജുമാഅത്ത് പള്ളിയിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. 2ാമത്തെ മകന് അബ്ദുറഹ്മാൻ എന്ന മകൻ. ഈ അബ്ദുറഹ്മാൻ എന്ന മകന് കുറച്ചു കാലം ഓതിയിട്ടുണ്ട്. പിന്നീട് പ്രവാസ ജീവിതം നയിക്കുകയാണ്. ഫറോക്ക്, കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ മലപ്പുറത്തിനോട് അതിർത്തി പങ്കിടുന്നതായ രാമനാട്ടുകരക്കപ്പുറം ഫറോക്ക്
ടിപ്പു സുൽത്താൻ്റെ മലബാർ പടയോട്ടമുണ്ടായ സമയത്ത് ഡിപ്പുട്ട പേരാണ് ഫാറൂഖാബാദ്. അതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശമാണ് പെരുമകം എന്ന് പറഞ്ഞാൽ. ഈ പെരുമകത്തിൻ്റെ അസിൽ സൈന്യത്തിൻ്റെ താവളക്കുള്ളത് കൊണ്ട് പീർമുഖ് എന്നാണ് അതിൻ്റെ പഴയ പേരുണ്ടായിരുന്നത്. അതൊക്കെ ലോപിച്ചിട്ടാണ് ഫറൂഖ് പെരുമുഖം എന്ന കൈമാറിയത്. ഈ ഫറൂഖിൽ നിന്നാണ് ഉസ്താദിൻ്റെ മകനാകുന്ന ഈ അബ്ദുറഹ്മാൻ എന്നവർ കല്യാണം കഴിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രവാസ ജീവിതം നയിക്കുന്നതിൻ്റെ ഇടയിൽ ഹാർട്ട് അറ്റാക്കായി അവിടെ നിന്ന് മരണപ്പെടുകയും മയ്യത്ത് ഭാര്യയുടെ നാടാകുന്ന ഫറോക്കിലേക്ക് കൊണ്ടുവരികയും ഫറോക്കിലാണ് അദ്ദേഹത്തെ മറമാടുകയും ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ മകന് മുഹമ്മദ് എന്നവർ, അദ്ദേഹം കുറച്ചൊക്കെ ഓതിയവരാണ്. ഈ തറവാട് വീട്ടിലായിരുന്നു, ഉസ്താദിൻ്റെ തറവാട് വീട്ടിലായിരുന്നു ഈ മകൻ ജീവിച്ചിരുന്നത്. ഈ ഇടയായിട്ടാണ് അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞത്. പിന്നുള്ള മകള് ഹവ്വാ ഉമ്മ, ഇമ്മൂട്ടി എന്ന് വിളിക്കുന്ന ഹവ്വാ ഉമ്മ എന്നവരാണ്. അവർ സൈദാലി ഉസ്താദ് അക്കാലത്ത്, അതായത് ഈ ഹവ്വാ ഉമ്മ എന്നവരുടെ 10ാമത്തെ വയസ്സിൽ ഓമച്ചപ്പുള്ള കോയക്കുട്ടി മുസ്ലിയാർക്ക്, അന്നേരം ഓമനക്കെട്ട് എന്നാ പറയാം, ഇങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരുന്നു, നിക്കാഹൊക്കെ കഴിഞ്ഞിരുന്നു. ഇവർ അന്നത്തെ പ്രായമാണല്ലോ, പോവാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ തൊലാക്ക് ചെല്ലുകയും കല്യാണമൊന്നും നടന്നിട്ടില്ലല്ലോ, ഇപ്പം നിക്കാഹ് മാത്രമേ നടന്നിട്ടുള്ളൂ. അങ്ങനെ അതിനുശേഷം താനാളെ ഒരു അബ്ദുൽ ഖാദിർ എന്നവർ കല്യാണം കഴിക്കുകയും അങ്ങനെ ഇമ്മുട്ടി ഇപ്പോഴും കല്ലത്താണിയിൽ, നമ്മുടെ ഈ വെള്ളിയാമ്പുറം മഹലിൻ്റെ ഭാഗമാണല്ലോ ഈ കല്ലത്താണി എന്ന് പറഞ്ഞത്, ആ കല്ലത്താണിയിലാണ് താമസിക്കുന്നത്. പിന്നെ ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ 22 വർഷം മുമ്പ് ബ്യൂട്ടി എന്ന ഇവിടത്തുള്ള ഭാര്യ വഫാത്തായിപ്പോയി. അങ്ങനെ ഉസ്താദ് കൊടിഞ്ഞി സ്വദേശിനിയായ ഫാത്തിമ എന്നവരെ കല്യാണം കഴിക്കുകയും 9 വർഷക്കാലം ഉസ്താദിൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഉസ്താദ് പ്രായമുള്ള ആളാണല്ലോ. ചില കാരണങ്ങളാൽ അവരെ തൊലാക്ക് ചെല്ലുകയും അതിനുശേഷം മൂർക്കനാട് സ്വദേശിയായ ജുവൈരിയ എന്നവരെ കല്യാണം കഴിച്ചു. അതും 1 വർഷമാണ് നീണ്ടു നിന്നിട്ടുള്ളത്. അവരെയും ഒഴിവാക്കി. പിന്നീടാണ് കക്കാടിനടുത്ത കരിമ്പിൽ സ്വദേശിയായ മമ്മാദിയ എന്നിവരെ ഉസ്താദ് അവർ കല്യാണം കഴിക്കുന്നത്. ഈ ബന്ധത്തിലാണ് ഉസ്താദിൻ്റെ ഇളയ മകളാകുന്ന സൈനബ് എന്നവർ ജനിക്കുന്നത്. ഈ സൈനബിനെ കല്യാണം കഴിച്ചത് ഉസ്താദിൻ്റെ ആദ്യ ഭാര്യ ബ്യൂട്ടി എന്നവരുടെ മകൻ, ബ്യൂട്ടി എന്നവരുടെ സഹോദരൻ മുഹമ്മദ് ആദം മുസ്ലിയാർ, അവരുടെ മകൻ അബ്ദുസമദ് എന്നവരാണ് കല്യാണം കഴിച്ചത്. ഈ അബ്ദുസമദ് എന്നവരും ഈയിടെയായിട്ട് മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ഉസ്താദിൻ്റെ കുടുംബ പശ്ചാത്തലം. ഉസ്താദ് അവറുകൾ വഫാത്താകുന്നത്, ഉസ്താദ് ഞാൻ നേരത്തെ പറഞ്ഞു, അവസാനമായി ഉസ്താദ് അവറുകൾ ദർസ് നടത്തുന്നത് വെന്നീര് കൊടക്കല്ലിൽ നിന്ന് ഉള്ളോട്ട് പോയിട്ടുള്ള ചുള്ളിപ്പാറ ജുമാഅത്ത് പള്ളിയിലാണ്. ഈ ചുള്ളിപ്പാറ ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തുമ്പോൾ 1.5 വർഷക്കാലം ഉസ്താദ് അവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. അതിനിടക്ക് 1 കൊല്ലം പൂർത്തിയാക്കിയപ്പോൾ തന്നെ 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഉസ്താദിന് ചില ശാരീരിക അവശതകൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ അവശത കൂടിയപ്പോൾ ഉസ്താദ് 1.5 വർഷം തികയുകയും ചെയ്തപ്പോൾ ഉസ്താദ് അവിടെ നിന്ന് പിരിഞ്ഞു വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് ഉണ്ടായത്. അന്ന് ഉസ്താദ് അവിടെ പകരം മുദരിസായി നിശ്ചയിച്ചത് തൻ്റെ ശിഷ്യനാകുന്ന താന്നൂരി ഇമ്പിച്ചി ബാവ മുസ്ലിയാരെയായിരുന്നു. ഇമ്പിച്ചി ബാവ മുസ്ലിയാർ ഉസ്താദിൻ്റെ പകരക്കനായി അവിടെ ദർസ് തുടങ്ങുകയുമാണ് ചെയ്തത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞു ഉസ്താദ് ഹിജറ 1414 റജബ് 6 തിങ്കളാഴ്ച, ഇന്നലെയാണ് ആണ്ടിൻ്റെ യഥാർത്ഥ ദിവസം, ആ തിങ്കളാഴ്ച 3 മണിക്ക് ഈ ലോകത്തോട് വിട പറയുകയാണ്. അതായത് AD 1993 20/12/1993 ഉസ്താദ് അവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത് 82ാമത്തെ വയസ്സിൽ. പിറ്റേന്ന് ചൊവ്വാഴ്ച 11 മണിക്ക് ഉസ്താദിനെ ഈ മുഹിയുദ്ദീൻ പള്ളിയുടെ ഉസ്താദിൻ്റെ ശിഷ്യന് കൂടിയായ മുഹമ്മദ് മുസ്ലിയാരെ സ്ഥാപിച്ച മർഹൂം മുഹമ്മദ് മുസ്ലിയാരെ സ്ഥാപിച്ച ഈ പള്ളിയുടെ ചാരത്തായിട്ട് ഉസ്താദിനെ മറവ് ചെയ്യുകയുമുണ്ടായി. അള്ളാഹു ഉസ്താദിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ ഇൽമുകളെ കൊണ്ട് അള്ളാഹു നമുക്ക് നമ്മുടെ കൽബ് പ്രകാശിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ ഇൽമു കൊണ്ട് ഉപകാരമെടുക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ മദദ് ഉടനീളം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആവസിയത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.